ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 സോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഹ്യൂമൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് വി ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് വിവിപാരസ് ഓർഗാനിസമാണ്. അപ്പോൾ എന്താണ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഗ്യാമേറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. നമുക്കറിയാം ഏതൊക്കെയാണ് ഗ്യാമേറ്റ്. സ്പേം എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എഗ് എന്ന് പറയുന്ന ഗ്യാമേറ്റ് ഉണ്ട്, അല്ലേ? ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സിംഗിൾ സെല്ല് സൈഗോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഈ സൈഗോട്ട് വളർന്നു കഴിഞ്ഞാൽ എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, ഈ എംബ്രിയോ വീണ്ടും വളർന്നു കഴിഞ്ഞാൽ ഒരു ഫീറ്റസ് ആയിട്ട് മാറും. ഈ ഫീറ്റസിനെ നമ്മൾ എന്താണ് ചെയ്യുക? പ്രസവിക്കുകയാണ് ചെയ്യുക, ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഡെലിവറി ഓഫ് ദ ഫീറ്റസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സെക്ഷുവലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഉണ്ടാകുന്ന ഫീറ്റസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെലിവറി ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് വിവിപാരസ് ഓർഗാനിസംസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ കുറേ ഇവൻസുകൾ നടക്കുന്നുണ്ട്. ആ ഇവൻസുകൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ എന്നാണ് വിളിക്കുക. ഈ റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ ചിലപ്പോൾ ഓർഡറിൽ എക്സാമിന് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ അങ്ങോട്ടേക്ക് ഓർഡറിൽ പഠിച്ചെടുക്കണം. അപ്പോൾ ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻ്റാണ് ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയും. രണ്ടാമത്തത് ഇൻസെമിനേഷൻ ആണ്. മൂന്നാമത്തത് ഫെർട്ടിലൈസേഷൻ. നാലാമത്തത് ബ്ലാസ്റ്റുലേഷൻ. അഞ്ചാമത്തത് ഇംപ്ലാന്റേഷൻ, ജെസ്റ്റേഷൻ, പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. ഈ റീപ്രൊഡക്റ്റീവ് ഇവൻസുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻ്റാണ് ഗ്യാമറ്റോജെനിസിസ് എന്ന് പറയും. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ് ആണ്. അത് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജെനിസിസ് എന്നാണ് വിളിക്കുക. എഗ് ഉണ്ടാകുന്ന പ്രോസസ്സ്, അതായത് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഊജെനിസിസ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്യാമറ്റോജെനിസിസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഒരു ഓവറോൾ പിക്ചർ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഗ്യാമറ്റോജെനിസിസ് പഠിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗ്യാമറ്റോജെനിസിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ പഠിക്കുകയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എവിടെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൽവിസ് റീജിയനിലാണ്. നമ്മുടെ പെൽവിക് റീജിയൻ, നമ്മുടെ ഇടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണുക. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് എ പെയർ ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം. എ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറയും. ഈ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന സ്പേമിനെ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഡക്റ്റുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സീരീസ് ഓഫ് ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്റ്റുകൾ എന്നാണ് വിളിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ദെൻ മൂന്നാമത്തെ ഭാഗമാണ് ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് പറയും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറേ ഗ്രന്ഥികൾ കാണാം. ഓക്കെ, ഈ ഗ്രന്ഥികളാണ് നമ്മൾ ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ് എക്സ്റ്റേണൽ ജനൈറ്റേലിയ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ജനൈറ്റേലിയ എന്ന് പറയുന്ന ഭാഗം. ഈ 4 ഭാഗമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. അതിലെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള പെയർഡ് ടെസ്റ്റിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിസിനെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ എന്നാണ് വിളിക്കുക. എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെക്കുക, പ്രൈമറി സെക്സ് ഓർഗൻ ആകാൻ 2 കണ്ടീഷനാണുള്ളത്. ഒരു കണ്ടീഷൻ ഗ്യാമേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ സെക്സ് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഗ്യാമേറ്റുകളെയും സെക്സ് ഹോർമോണുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ടെസ്റ്റിസിനെ നമ്മൾ എന്ത് പേര് വിളിക്കാനുള്ള കാരണം? പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ് ആണ് ആര്? സ്പേം എന്ന് പറയുന്ന ഗ്യാമേറ്റ്. നമ്മുടെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ. ഒരു ആൻഡ്രോജൻ എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ. ഓക്കെ, അപ്പം ഈ 2 ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്, സ്പേമിനെയും സെക്സ് ഹോർമോണിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ടെസ്റ്റിസിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കേസിൽ ഈ ടെസ്റ്റിസ് ശരിക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിസ് ഉണ്ടാവുക. ഈ ടെസ്റ്റിസ് നമ്മൾ ജനിച്ചതിന് ശേഷം, നമ്മൾ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ നിന്ന് ടെസ്റ്റിസ് ഇതേപോലത്തെ ഒരു സ്ക്രോട്ടത്തിൽ ഇതേപോലെ ഒരു സാക്കിലേക്ക് ഇറങ്ങി വരും.
ഈ സാക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ടെസ്റ്റിസ് ഉണ്ടാകുന്നത് എവിടെയാണ്? ശരിക്കും അബ്ഡോമിനൽ ക്യാവിറ്റി, നമ്മളെ വയറിൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിസ് ഉണ്ടാവുക. ഈ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടെസ്റ്റിസ് നമ്മൾ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ സ്ക്രോട്ടത്തിലേക്ക് എന്ത് ചെയ്തു വരും? ഡിസെൻഡ് ചെയ്തു വരും. ഓക്കെ, എന്തിനാണ് ഈ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് ഡിസെൻഡ് ചെയ്ത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 37 ഡിഗ്രി സെൽഷ്യസിൽ സ്പേം പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ സ്പേം പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്ന ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും 2 to 2.5 ഡിഗ്രി ലെസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചറിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുക. ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് എവിടെ കിട്ടും? ഈ സ്ക്രോട്ടത്തിൽ കിട്ടും. അതുകൊണ്ടാണ് ടെസ്റ്റിസിനെ എവിടെ വെച്ചിട്ടുള്ളത്? ഈ സ്ക്രോട്ടൽ സാക്കിൽ വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റീനെ പുറത്ത് വെച്ചത് കൊണ്ട് നമ്മൾ പറയും ടെസ്റ്റിസ് ആർ എക്സ്ട്രാ അബ്ഡോമിനൽ എന്നും കൂടെ പറയാറുണ്ട്. ടെസ്റ്റിസ് ആർ എക്സ്ട്രാ അബ്ഡോമിനൽ. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ പുറത്ത് സ്ക്രോട്ടൽ സാക്കിലാണ് ടെസ്റ്റിസ് വെക്കുക. അതുകൊണ്ട് നമ്മൾ പറയും ടെസ്റ്റിസ് ആർ എക്സ്ട്രാ അബ്ഡോമിനൽ. അപ്പോൾ എക്സ്ട്രാ അബ്ഡോമിനൽ ടെസ്റ്റിസ് വെക്കാനുള്ള കാരണം എന്താണ്? ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും 2 to 2.5 ഡിഗ്രി ലെസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചറിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സ്പേം പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റിസ് നമ്മൾ എന്ത് ചെയ്തത്? ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി നമ്മുടെ ബോഡിയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റിസിനെ കുറിച്ച് അറിയണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മളൊരു ടെസ്റ്റിസിനെ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഞാനിതാ ഒരു ടെസ്റ്റിസിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, ഇതൊരു ടെസ്റ്റിസ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ടെസ്റ്റിസ് ഓവൽ ഷേപ്പാണ് ഉണ്ടാവുക. ഈ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ കുറേ കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ കുറേ കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. ഈ കമ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നാണ് വിളിക്കുക. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നാണ് ഈ കമ്പാർട്ട്മെൻറ്റുകളെ വിളിക്കുക. ഒരു ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഏകദേശം 250ഓളം ടെസ്റ്റിക്കുലാർ ലൊബ്യൂളുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിൻ്റെ ഉള്ളിലും 1 മുതൽ 3 വരെയുള്ള 1 to 3 ഹൈലി കോയിൽഡ് ട്യൂബുകൾ ഉണ്ടാകും. ഈ ഹൈലി കോയിൽഡ് ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. ഞാൻ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളാണ് എന്ന് വിചാരിക്കുക. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലുകളെ നിങ്ങൾക്ക് കാണാം. ഇതാ 2 ടൈപ്പ് സെല്ലുകൾ. ഈ ക്യൂബ് ഷേപ്പിലുള്ള സെല്ലുകൾ, ഇത് മൊത്തത്തിലുണ്ടാകും, ഞാൻ വളരെ കുറച്ചേ വരച്ചിട്ടുള്ളൂ. ഈ ക്യൂബ് ഷേപ്പ് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയ എന്നാണ് വിളിക്കുക. സ്പെർമാറ്റോഗോണിയ, അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് മെയിൽ ജേം സെൽസ് എന്നാണ് വിളിക്കുക. ഈ സ്പെർമാറ്റോഗോണിയകളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ സ്പേമിന് ഉണ്ടാക്കുക. അത് മിയോസിസിന് വിധേയമായിട്ടാണ് എന്തുണ്ടാവുക? സ്പേം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. ഈ പിരമിഡ് ആകൃതിയിലുള്ള ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെൽ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷനാണ് സ്പെർമാറ്റോഗോണിയകൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളത്. സ്പെർമാറ്റോഗോണികൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുക. ഓക്കെ, സ്പെർമാറ്റോഗോണികൾക്ക് മാത്രമല്ല സ്പേമിനും ന്യൂട്രീഷൻ കൊടുക്കുന്നത്, അല്ലേ? 2 ആൾക്കും ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ സെർട്ടോളി സെല്ലാണ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ കാണുന്ന 2 ടൈപ്പ് സെല്ലുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ് 2 ടൈപ്പ് സെല്ലുകൾ? ഒരു ടൈപ്പ് സെല്ലാണ് ആര്? സ്പെർമാറ്റോഗോണിയ എന്ന് പറയും. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഏതൊക്കെ 2 ടൈപ്പ് സെല്ല്? ഒന്ന് സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണികൾക്ക് വിളിക്കുന്ന വേറെ പേരാണെന്ത്? മെയിൽ ജേം സെൽ. ഈ മെയിൽ ജേം സെല്ലാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. 2ാമത്തെ ടൈപ്പ് സെല്ലാണ് ആര്? സെർട്ടോളി സെൽ. എന്താണ് സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ? പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണികൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുക, അതേപോലെ തന്നെ ആർക്കും ന്യൂട്രീഷൻ കൊടുക്കുക, സ്പേം സെല്ലിനും ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരെ പണി? നമ്മുടെ സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, നിർബന്ധമായിട്ടും ആ ഒരു ഫംഗ്ഷന് നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത്, ഞാൻ നേരത്തെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇവിടെ വരച്ചു. ഇതാണ് നമ്മുടെ ടെസ്റ്റിസ്, ഇതാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് കുറേ കാലി സ്ഥലം കാണാൻ വേണ്ടി പറ്റും. ഈ കാലി സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് വിളിക്കുക.
ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് വിളിക്കുക. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ നിങ്ങൾക്ക് കുറേ സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കുറേ സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ബ്ലഡ് വെസൽസും കാണാൻ വേണ്ടി പറ്റും. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കുറേ സെല്ലുകളെയും ബ്ലഡ് വെസൽസുകളെയും കാണാൻ വേണ്ടി പറ്റും. ഈ സെല്ലുകളെ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ലിഡിക് സെല്ലുകൾ എന്നാണ് വിളിക്കുക. ലിഡിക് സെല്ലുകൾ. വേറൊരു പേരും കൂടെ ഉണ്ട്, ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകൾ എന്ന് പറയും. ഇൻ്റർസ്റ്റീഷ്യൽ സെൽ. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകളാണ് നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന ലിഡിക് സെല്ലുകളാണ്, അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകളാണ്. ഇവരാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അതാണ് നമ്മളിവിടെ കൊടുത്തത്, ദ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്തുള്ള റീജിയനെ നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് വിളിക്കുക. അതിൽ ആരൊക്കെ കാണാം? ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകൾ ഉണ്ടാകും. അവരെ വിളിക്കുന്ന വേറെ പേരാണ് ലിഡിക് സെൽ. ദെൻ ആരും ഉണ്ടാകും? ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അതിൽ ലിഡിക് സെല്ലുകളാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആര്? ആക്സസറി ഡക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ആക്സസറി ഡക്റ്റുകൾ? ഇത് ശ്രദ്ധിക്കട്ടോ. നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാക്കുക? സ്പേമിനെ ഉണ്ടാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടാക്കിയ സ്പേം എന്ന് വിചാരിക്കാം. ഈ നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂളുകളുടെ സ്ട്രൈറ്റ് എൻഡുകളൊക്കെ കൂടി ചേർന്ന് കാണ്ട് ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ചെറിയ ഇറഗുലർ ക്യാവിറ്റി ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഇറഗുലർ ക്യാവിറ്റി ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റി ടെസ്റ്റിസ് എന്ന് വിളിക്കും. അതായത് ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുക? റെറ്റി ടെസ്റ്റിസിനെ കാണാൻ വേണ്ടി പറ്റുക. അതായത് ആക്സസറി ഡക്റ്റുകളുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സ്പേമിനെ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുന്ന സീരീസ് ഓഫ് ട്യൂബുകളുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാക്കുക? സ്പേമിനെ ഉണ്ടാക്കുക. ഈ സ്പേമിനെ നേരെ എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും? നമ്മുടെ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യും. ഇതാണ് നമ്മുടെ യുറീത്ര എന്ന് പറയുന്ന ഭാഗം. ഈ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുന്ന ട്യൂബുകളുടെ ഒരു കൂട്ടമുണ്ട്. ആ ട്യൂബുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആക്സസറി ഡക്റ്റ് എന്നാണ് വിളിക്കുക. ഈ ആക്സസറി ഡക്റ്റിൽ കുറേ ഡക്റ്റുകളുണ്ട്. അതിൽ ഒരു ഡക്റ്റാണ് റെറ്റി ടെസ്റ്റിസ് എന്ന് പറയും. അടുത്ത ആളാണ് വാസ ഇഫ്രൻഷ്യ. അടുത്ത ആളാണ് എപ്പിഡിഡൈമിസ്. അത് കഴിഞ്ഞിട്ട് വാസ് ഡിഫറൻസ്. അത് കഴിഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന സ്പേമിനെ എങ്ങോട്ടേക്ക് എത്തിക്കുക? യുറീത്രയിലേക്ക് എത്തിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതുന്നത്, ദേ ട്രാൻസ്പോർട്ട് സ്പേം ഫ്രം ടെസ്റ്റിസ് ടു യുറീത്ര. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സ്പേമിനെ എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുക? യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുക. ഈ സീരീസ് ഓഫ് ട്യൂബുകളാണ് ആക്സസറി ഡക്റ്റുകൾ. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട്? ഒന്നാമത്തെ ആളാണ് റെറ്റി ടെസ്റ്റിസ് എന്ന് പറയുന്ന ആളാണ് ഒന്നാമത്തെ ആൾ. ഈ റെറ്റി ടെസ്റ്റിസ് എന്ത് ചെയ്യും? സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേമിനെ കളക്ട് ചെയ്യും. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സ്ട്രെയിറ്റ് എൻഡുകളൊക്കെ കൂടി ചേർന്നുകാണ്ട് ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഇറഗുലർ ക്യാവിറ്റി ഓഫ് ട്യൂബ്യൂൾസ്, ഇറഗുലർ ക്യാവിറ്റി ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്, ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഇറഗുലർ ക്യാവിറ്റി ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസിനെ നമ്മൾ റെറ്റി ടെസ്റ്റിസ് എന്നാണ് വിളിക്കുക. ഈ റെറ്റി ടെസ്റ്റിസിന് നേരെ സ്പേം ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയ ട്യൂബിലേക്ക് എത്തും. ആ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ ഇഫറൻഷ്യ എന്ന് പറയും. അപ്പോൾ റെറ്റി ടെസ്റ്റിസിന് നേരെ സ്പേം എങ്ങോട്ടേക്കാണ് എത്തുക? വാസ ഇഫറൻഷ്യയിലേക്കാണ് എത്തുക. ഈ വാസ ഇഫറൻഷ്യയിൽ നിന്നും സ്പേം നേരെ ടെസ്റ്റിസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹൈലി കോയിൽഡ് ട്യൂബ് ഉണ്ടാകും. ആ ഹൈലി കോയിൽഡ് ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഡിഡൈമിസ് എന്നാണ് വിളിക്കുക. ഈ എപ്പിഡിഡൈമിസിൽ സ്പേമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. സ്പേം സ്റ്റോർഡ് ടെമ്പറർലി ഇൻ എപ്പിഡിഡൈമിസ്. ടെമ്പററി ആയിട്ട് സ്പേമിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസിനെ യുറീത്രയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന ഭാഗം, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് എപ്പിഡിഡൈമിസ്. ഈ എപ്പിഡിഡൈമിസിനെ യുറീത്രയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ലോങ് മസ്കുലാർ ഡക്റ്റ് നിങ്ങൾക്ക് കാണാം. നല്ല നീളമുള്ള മസിൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ലോങ് മസ്കുലാർ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വാസ് ഡിഫറൻസ് എന്നാണ് വിളിക്കുക. വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസ് നേരെ യുറീത്രയിലേക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ വാസ് ഡിഫറൻസിലേക്ക് ഒരു ഗ്ലാൻഡ് ഓപ്പൺ ചെയ്യും. ഇതാണ് നമ്മുടെ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയും. ആ ഗ്ലാൻഡ് ഓപ്പൺ ചെയ്തിട്ടാണ്
എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുക? വാസ് ഡിഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ഈ വാസ് ഡിഫറൻസ് യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഈ ഗ്ലാൻഡ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള വാസ് ഡിഫറൻസിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിളിക്കുക. അത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല. ഇജാക്കുലേറ്ററി ഡക്റ്റ്, ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണ് നേരെ എങ്ങോട്ടേക്ക് തുറക്കുക? നമ്മുടെ യുറീത്രയിലേക്ക് തുറക്കുക. അപ്പോൾ ഈ സീരീസ് ഓഫ് ഡക്റ്റുകളുടെ സഹായത്തോടെയാണ് സ്പേമിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? യുറീത്രയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ആ സീരീസ് ഓഫ് ഡക്റ്റുകൾ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആക്സസറി ഡക്റ്റിലുള്ള ഭാഗങ്ങളാണ് റെറ്റി ടെസ്റ്റിസ്, വാസ ഇഫ്രൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ് എന്ന് പറയും. അതിൻ്റെ കൂടെ ആരും കൂടെ ഉണ്ട്? ഇജാക്കുലേറ്ററി ഡക്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ സ്ട്രെയിറ്റ് എൻഡുകളൊക്കെ നേരെ കൂടി ചേർന്നുകാണ്ട് എങ്ങോട്ടേക്കാണ് സ്പേമിനെ റിലീസ് ചെയ്യുക? റെറ്റി ടെസ്റ്റിസിൻ്റെ ഉള്ളിലേക്കാണ്. ഈ റെറ്റി ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഇറഗുലർ ക്യാവിറ്റിയാണ്. അതിൽ നിന്ന് നേരെ സ്പേം എങ്ങോട്ടേക്കാണ് പോവുക? വാസ ഇഫ്രൻഷ്യയിലേക്കാണ് പോവുക. ഇത് രണ്ടും ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഹൈലി കോയിൽഡ് ട്യൂബിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? എപ്പിഡിഡൈമിസ് എന്നാണ് വിളിക്കുക. എപ്പിഡിഡൈമിസിൽ നിന്ന് സ്പേം എങ്ങോട്ടേക്ക് എത്തും? വാസ് ഡിഫറൻസിലേക്ക് എത്തും. ഈ വാസ് ഡിഫറൻസിലേക്ക് സെമിനൽ വെസിക്കിൾസ് ജോയിൻ ചെയ്യും. അതിനുശേഷമുള്ള വാസ് ഡിഫറൻസിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിളിക്കുക. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് നേരെ യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യും. യുറീത്രയിൻ്റെ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യുറീത്രൽ മീറ്റസ് എന്നാണ് വിളിക്കുക. ഈ യുറീത്രൽ മീറ്റസ് വഴി സ്പേം പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സീരീസ് ഓഫ് ഡക്റ്റുകളുടെ പേര് പഠിച്ചു വെക്കണം. റെറ്റി ടെസ്റ്റിസ്, വാസ ഇഫ്രൻഷ്യ, എപ്പിഡിഡമിസ്, വാസ് ഡിഫറൻസ് പ്ലസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇവരെയാണ് നമ്മൾ ആക്സസറി ഡക്റ്റുകൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ആക്സസറി ഗ്ലാൻഡുകളെ കുറിച്ചിട്ടാണ്. ആക്സസറി ഗ്ലാൻഡുകൾ മെയിനായിട്ട് 3 ഗ്ലാൻഡുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഗ്ലാൻഡാണ് സെമിനൽ വെസിക്കിൾസ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, ഒരു ട്യൂബുലാർ ഷേപ്പിലുള്ള ഈ ഒരു ഗ്ലാൻഡാണ് ഇത് സെമിനൽ വെസിക്കിൾ. അതിൻ്റെ തൊട്ട് താഴെ ഡോണറ്റിൻ്റെ ആകൃതിയിലുള്ള രണ്ടാമത്തെ ഒരു ഗ്ലാൻഡ് കാണാം. സോ ദിസ് ഈസ് ഡോണറ്റ് ഷേപ്പിലുള്ള രണ്ടാമത്തെ ഒരു ഗ്ലാൻഡ് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്നാണ് വിളിക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൂന്നാമത്തെ ടൈപ്പ് ഗ്ലാൻഡിനെ കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. വേറൊരു പേരും കൂടെ ഉണ്ട്, കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നാണ് വിളിക്കാം. ഓക്കെ അല്ലേ? ഈ കൗപ്പേഴ്സ് ഗ്ലാൻഡ് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യും. ഈ മ്യൂക്കസിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ലൂബ്രിക്കേറ്റ് ദ പെന്നിസാണ്. പെന്നിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്. ഈ 3 ഗ്ലാൻഡിനെയും കൂടെ ഒരുമിച്ച് ഈ 3 ഗ്ലാൻഡിനെയും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ആക്സസറി ഗ്ലാൻഡ് എന്ന് വിളിക്കുക. ഈ 3 ഗ്ലാൻഡും കൂടെ ഉണ്ടാക്കുന്ന സെക്രീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ എന്നാണ് വിളിക്കുക. സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ഈ 3 ഗ്ലാൻഡും കൂടെ ഉണ്ടാക്കുന്ന സെക്രീഷൻ ഏതൊക്കെയാണ് മക്കളെ? 3 ഗ്ലാൻഡ്: സെമിനൽ വെസിക്കിള്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇത് 3ഉം കൂടെ ഉണ്ടാക്കുന്ന സെക്രീഷന് നമ്മൾ എന്താ പേര് വിളിക്കുക? സെമിനൽ പ്ലാസ്മ എന്നാണ് വിളിക്കുക. ഈ സെമിനൽ പ്ലാസ്മ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യും. ഇവിടെ നിന്ന് നമ്മുടെ സ്പേമും വരും. സ്പേം ഇതിലൂടെ ട്രാവൽ ചെയ്ത് യുറീത്രയിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ യുറീത്രയിൽ വെച്ചങ്ങാണ്ട് ഈ സെമിനൽ പ്ലാസ്മയും അതേപോലെ തന്നെ നമ്മുടെ സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യും അല്ലേ? അവിടെ വെച്ചുകൊണ്ട് ഇത് തമ്മിൽ മിക്സ് ആകും. ഈ സെമിനൽ പ്ലാസ്മയിലേക്ക് സ്പേമും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമൻ എന്നാണ് വിളിക്കുക. സെമൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പം സെമിനൽ പ്ലാസ്മയിലേക്ക് ഈ 3 ഗ്ലാൻഡും കൂടെ ഉണ്ടാക്കുന്ന സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ. അതിലേക്ക് ടെസ്റ്റിസിൽ നിന്ന് വരുന്ന സ്പേമും കൂടെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ സെക്രീഷനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സെമൻ എന്നാണ് വിളിക്കുക. അതായത് ഫീമെയിലുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് മെയിൽ നടത്തി കഴിഞ്ഞാൽ സ്പേമിനെ ഒറ്റക്കല്ല ഫീമെയിൽ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുക, അതിൻ്റെ കൂടെ ആരും ഉണ്ടാകും? സെമിനൽ പ്ലാസ്മയും കൂടെ ഉണ്ടാകും. ആ സെമിനൽ പ്ലാസ്മിനെയും സ്പേമിനെയും നമ്മൾ ഒരുമിച്ച് എന്ത് പേര് വിളിക്കും? സെമൻ എന്നാണ് വിളിക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെമിനൽ പ്ലാസ്മയിൽ ഓക്കെ മെയിൻ ആയിട്ടുള്ളത് ഫ്രക്ടോസ് ഉണ്ട്, കാൽസ്യം അയോണുകളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് എൻസൈമുകളുമുണ്ട്. ഈ 3 ആൾക്കാരാണ് മെയിനായിട്ട് നമ്മുടെ സെമിനൽ പ്ലാസ്മയിലുള്ളത്. ഓക്കെ അല്ലേ? ആ സെമിനൽ പ്ലാസ്മയിൽ കൂടെ സ്പേമും കൂടെ കൂടി ചേർന്നാലാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സെമൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് സെമിനൽ പ്ലാസ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് സെർട്ടൻ എൻസൈംസുകൾ എവിടെ ഉണ്ട്? നമ്മുടെ സെമിനൽ പ്ലാസ്മയിലുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടുള്ള പെന്നിസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. പെനിസ് അതിന് നമ്മൾ എക്സ്റ്റേണൽ ജനൈറ്റേലിയ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഈ പെനിസ് എന്ന് പറയുന്ന ഇയാളുടെ പ്രത്യേകത ശ്രദ്ധിച്ചോ. ദേ ആർ ദ ഇറക്റ്റൈൽ മെയിൽ കോപ്പുലേറ്ററി ഓർഗനാണ്.
ഇറക്റ്റൈൽ മെയിൽ കോപ്പുലേറ്ററി ഓർഗൻ. അതായത് ഇവരുപയോഗിച്ചിട്ടാണ് നമ്മൾ ഫീമെയിലുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുക. ഇറക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെയിലിന് സെക്ഷുവൽ ഡിസയർ ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ ഈ സ്ട്രക്ചർ എന്താകും, ഇറക്റ്റൈൽ ആകും, സ്ട്രെയിറ്റ് ആകും. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പെന്നിസ് ഉപയോഗിച്ചിട്ടാണ് ഫീമെയിലുമായിട്ട് എന്ത് ചെയ്യുക, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുക. ഈ നമ്മുടെ പെനിസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് മെയിനായിട്ട് 2 ആൾക്കാരെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഏതൊക്കെയാണ് 2 ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറേ സ്പോഞ്ചി ടിഷ്യൂസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതിൽ മെയിനായിട്ടുള്ള ഒരാളാണ് ആര്, സ്പോഞ്ചി ടിഷ്യൂസ് എന്ന് പറയുന്ന ആളുണ്ടാവും, സ്പോഞ്ചി ടിഷ്യൂ. ഓക്കെ, ഈ സ്പോഞ്ചി ടിഷ്യൂസിൻ്റെ കൂടെ തന്നെ കുറേ ബ്ലഡ് വെസൽസും ഉണ്ടാകും. ഇതാ ഈ സ്പോഞ്ചി ടിഷ്യൂസിൽ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ടാകും. അപ്പോൾ മെയിലിന് സെക്ഷൽ ഡിസയർ തോന്നിക്കഴിഞ്ഞാൽ, ലൈംഗിക താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യും. ബ്ലഡ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ, നമ്മുടെ ഈ സ്പോഞ്ചി ടിഷ്യൂസ് ഉണ്ടല്ലോ ഇത് സ്വെല്ലിങ് ചെയ്യും. ഓക്കെ, ഇത് വീർക്കും. ഇത് വീർത്ത് കഴിഞ്ഞാൽ പെനിസ് എന്താകും, ഇറക്റ്റൈൽ ആകും. ആ ഇറക്റ്റൈൽ ആയിട്ടുള്ള പെനിസ് ഉപയോഗിച്ചിട്ടാണ് മെയില് ഫീമെയിലുമായിട്ട് എന്ത് ചെയ്യുക, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുക. നമ്മുടെ പെനിസിന് മെയിനായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചോ, ഈ പെനിസിൻ്റെ ഈ ഒരു അറ്റത്ത് നിങ്ങൾക്ക് ഒരു എൻലാർജ്ഡ് എൻഡ് കാണാൻ വേണ്ടി പറ്റും. ഇതാ പെനിസിൻ്റെ അറ്റത്ത് കാണുന്ന ഈ എൻലാർജ്ഡ് എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നാണ് വിളിക്കുക. ഇനി ഈ ഗ്ലാൻസ് പെനിസിന് ചുറ്റും ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാവും. ആ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ എന്നാണ് പറയാം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. മെയിലിൻ്റെ അതേപോലെ തന്നെ പെൽവിക് റീജിയനിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും കാണുക. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ പെയർ ഓഫ് ഓവറീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് എ പെയർ ഓഫ് ഓവറീസ്, അവിടെയും കാണാം. അതേപോലെ തന്നെ ആക്സസറി ഡക്റ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ജനൈറ്റേലി ഉണ്ട്, പിന്നെ ആരുണ്ട്, മാമറി ഗ്ലാൻഡ് ഉണ്ട്. അതിൽ ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് എ പെയർ ഓഫ് ഓവറീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ അല്ലേ, ഈ ഓവറീസിനെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ എന്നാണ് വിളിക്കുക. നേരത്തെ നമ്മൾ ടെസ്റ്റിസിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിച്ചു അല്ലേ. പ്രൈമറി സെക്സ് ഓർഗൻ ആകെ 2 കണ്ടീഷൻ, ഒന്ന് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണം, സെക്സ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഓവറീസിനെ നമ്മൾ എന്താ പേര് വിളിക്കുക, ഫീമെയിൽസിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവരിതാ നിങ്ങൾക്ക് കാണാം, ഇവരിതാ ഫീമെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആരാണ് ഈ ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്ന ആൾ, ഓവ ആണ് അല്ലെങ്കിൽ എഗ് ആണ് ഫീമെയിൽ ഗ്യാമേറ്റ്. ഇവരാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്സ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെക്സ് ഹോർമോണുകളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അവരെ സ്റ്റിറോയിഡ് ഹോർമോണുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സെക്സ് ഹോർമോണുകളാണ്. ഓക്കെ, നമ്മുടെ ഓവറീസ് ആർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്സ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് സെക്സ് ഹോർമോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന 2 സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ഗ്യാമീറ്റുകളെയും സെക്സ് ഹോർമോണുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഓവറീസിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ ഒവേറിയൻ ഹോർമോൺ എന്നുള്ള ഒരു പേരും കൂടെ നമ്മൾ ഓവറീസിനെ പറയാറുണ്ട്. ഓക്കെ അല്ലേ, സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഓവറീസ്, 2 ഓവറികൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ 1ാമത്തെ ഭാഗം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ആക്സസറി ഡക്റ്റുകളാണ്. ഫീമെയിൽ മെയിലിൽ ആക്സസറി ഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, റെറ്റി ടെസ്റ്റിസ് വാസായി ഫ്രഞ്ച്. ഓക്കെ അല്ലേ, ഇനി ആക്സസറി ഡക്റ്റ് ഫീമെയിലാണ്. ഫീമെയിലിലെ ആക്സസറി ഡക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബാണ് ആക്സസറി ഡക്റ്റിൻ്റെ ഒരു ഭാഗം. 2ാമത്തെ ഭാഗമാണ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗം, ഇതാണ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. 3ാമത്തെ ഭാഗമാണ് വെജൈന എന്ന് പറയുന്ന ഭാഗം. ഈ 3 ഭാഗങ്ങളാണ് ആക്സസറി ഡക്റ്റിൽ ഉള്ളത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോണത് ഓവി ഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. എന്താണ് ഓവി ഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇറ്റ് ഈസ് ലോങ് മസ്കുലാർ ട്യൂബാണ്. ഇതാണ് ഓവി ഡക്റ്റ്. 2 ഓവി ഡക്റ്റ് നിങ്ങൾക്ക് കാണാം, ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓവി ഡക്റ്റ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ അല്ലേ, ഓവി ഡക്റ്റ്. ഇങ്ങനത്തെ 2 ഓവി ഡക്റ്റുകളാണ് നമുക്കുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മസിൽ കൊണ്ടാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എത്ര ഓവി ഡക്റ്റ് നമുക്കുണ്ട്, 2 ഓവി ഡക്റ്റ് ഉണ്ട്. ഓരോന്നിൻ്റെയും എത്ര ലെങ്ത് ഉള്ളത്, 10 മുതൽ 12 സെൻറ്റിമീറ്റർ ആണ് ഓവി ഡക്റ്റിൻ്റെ ലെങ്ത് ഉള്ളത്. ഇനി നിങ്ങൾ ഈ ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ മെയിനായിട്ട് 3 ഭാഗങ്ങളാണ് ഫെലോപ്പിയൻ ട്യൂബിനുള്ളത്. അതിൽ 1ാമത്തെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഫണലിൻ്റെ ആകൃതിയിലുള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഇൻഫെൻറ്റിബുലം എന്നാണ് വിളിക്കുക. ഈ ഇൻഫെൻറ്റിബുലത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിംബ്രിയെ എന്നാണ് വിളിക്കുക.
എന്താണ് ഈ ഫിംബ്രിയൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓവറിയിൽ നിന്നും എന്തിനെ റിലീസ് ചെയ്യും? എഗ്ഗിനെ റിലീസ് ചെയ്യും. ആ എഗ്ഗിനെ കളക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫിംബ്രിയ എന്ന് വിചാരിച്ചോ. ഈ ഫിംബ്രിയെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ആരെ കളക്ട് ചെയ്യുക? എഗ്ഗിനെ കളക്ട് ചെയ്യുക. അപ്പോൾ എഗ്ഗിനെ കളക്ട് ചെയ്യാനാണ് ആരുള്ളത്? ഫിംബ്രിയ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു പാർട്സ് ഞാൻ പറഞ്ഞു, ഫണൽ ഷേപ്പ്ഡ് പാർട്ടിനെ ഇൻഫെൻറ്റിബുലം എന്നാണ് വിളിക്കുക. ഇൻഫെൻറ്റിബുലത്തിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്താ പേര് വിളിക്കുക? ഫിംബ്രിയെ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഫെൻറ്റിബുലം പറഞ്ഞു, ഫണൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു, അതിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ഏത്? ഫിംബ്രിയെ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ദ ഓവം. എഗ്ഗിനെ കളക്ട് ചെയ്യാനാണ് ഫിംബ്രിയ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഈ വൈഡർ പാർട്ട് ഉണ്ടല്ലോ, ഫെലോപ്പിയൻ ട്യൂബിൽ കാണുന്ന ഈ വൈഡർ പാർട്ടിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ആംപ്യുള എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് കാണുന്ന നാരോ പാർട്ട് ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബ് ദാറ്റ് ജോയിൻസ് ടു ദ യൂട്രസ്, അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇസ്തുമസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? വൈഡർ പാർട്ടാണ് ആംപ്യുള, നാരോ പാർട്ടിന് എന്താ പേര് വിളിക്കുക? ഇസ്തുമസ് എന്നാണ് വിളിക്കുക. ഈ ഇസ്തുമസ് ആണ് എങ്ങോട്ടേക്ക് കളക്ട് ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബിനെ യൂട്രസിലേക്ക് കണക്ട് ചെയ്യുക. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പണിയാണ് ഈ ഓവറി റിലീസ് ചെയ്യുന്ന എഗ്ഗിനെ കളക്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക? യൂട്രസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ ഫെലോപ്പിയൻ ട്യൂബാണ്. അതിന് സഹായിക്കുന്നത് അവരുടെ ലൈനിങ്ങിലൊക്കെ സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസുകൾ ഉണ്ടാവും. ഈ സീലിയൻ്റെ സഹായത്തോടെ എഗ്ഗിനെ ഇവർ തള്ളി എങ്ങോട്ടേക്ക് എത്തിക്കും? നമ്മുടെ യൂട്രസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂട്രസിനെ കുറിച്ചിട്ടാണ്. ഇതാണ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. യൂട്രസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് പിയർ ഫ്രൂട്ടിൻ്റെ ഷേപ്പാണ് യൂട്രസിന് ഉണ്ടാവുക. ഇൻവേർട്ട് ചെയ്ത പിയർ ഫ്രൂട്ടിൻ്റെ ഷേപ്പ്. യൂട്രസിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഈ മുകളിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടസ് എന്നാണ് വിളിക്കുക. അപ്പർ ഫണ്ടസ് എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് മെയിൻ ബോഡി എന്ന് പറയും. ഓക്കെ, യൂട്രസിൻ്റെ ഈ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർവിക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 3 ഭാഗം ഏതൊക്കെയാണ്? ഫണ്ടസ്, ബോഡി, സർവിക്സ്. ഇനി ഈ സർവിക്സ് നേരെ ഫോളോ ചെയ്ത് വരുന്ന ഈ കനാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർവിക്കൽ കനാൽ എന്നാണ് വിളിക്കുക. ഈ സെർവിക്കൽ കനാലിനെയും അതിൻ്റെ തൊട്ട് താഴെ വെജൈന കാണാം. ഈ സെർവിക്കൽ കനാലിനെയും വെജൈനനെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ എന്നാണ് വിളിക്കുക. സെർവിക്കൽ കനാൽ പ്ലസ് വെജൈന. സെർവിക്കൽ കനാലിനെയും വെജൈനനെയും ഒരുമിച്ച് എന്ത് പേര് വിളിക്കും? ബർത്ത് കനാൽ എന്നാണ് വിളിക്കുക. അതിലൂടെയാണ് ബർത്ത് നടക്കുക. ദാറ്റ്സ് വൈ ദ നെയിം ബർത്ത് കനാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂട്രസിലെ ലെയേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് യൂട്രസിൻ്റെ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു യൂട്രസിൽ മെയിനായിട്ട് 3 ലെയറുകളാണുള്ളത്. ഓക്കെ, ഈ പുറത്ത് കാണുന്ന ലെയർ ഉണ്ടല്ലോ, പുറത്ത് കാണുന്ന തിൻ ലെയർ. ഓക്കെ, പുറത്ത് കാണുന്ന തിൻ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം എന്നാണ് വിളിക്കുക. എക്സ്റ്റേണൽ തിൻ മെംബ്രെയിൻ. അപ്പോൾ ഇതാണ് പുറത്ത് കാണുന്ന ഈ തിൻ മെംബ്രെയിൻ. ഈ തിൻ മെംബ്രെയിൻ എന്താ പേര് വിളിക്കുക? പെരിമെട്രിയം എന്നാണ് വിളിക്കുക. യൂട്രസിന് മെയിനായിട്ട് 3 ലെയറുകളാണുള്ളത്. ഔട്ടർ ലെയർ, പെരിമെട്രിയം. അത് കഴിഞ്ഞിട്ട് മിഡിൽ ലെയർ. ഇതാണ് മിഡിൽ ലെയർ എന്ന് പറയുന്ന ഭാഗം. ഈ മിഡിൽ ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത് ശ്രദ്ധിച്ചോ, ഇതാണ് മൊത്തത്തിലാണ് മിഡിൽ ലെയർ. ഈ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം എന്നാണ് വിളിക്കുക. ഈ മയോമെട്രിയം ഉണ്ടാക്കിയുള്ളത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. എന്തുണ്ടാക്കിയത്? മയോമെട്രിയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മയോമെട്രിയം എന്ത് ചെയ്യുന്ന അറിയാം? ഇറ്റ് അണ്ടർഗോ വിഗറസ് കൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി നടത്തുന്ന സമയത്ത്, അതായത് പ്രസവിക്കുന്ന സമയത്ത് ഈ മയോമെട്രിയം എന്ന് പറയുന്ന ലെയറാണ് ശക്തിയായിട്ട് കൺട്രാക്ട് ചെയ്യുക. അങ്ങനെ ശക്തമായിട്ട് ഈ മയോമെട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ ഉള്ളിലുള്ള കുട്ടി ബർത്ത് കനാൽ വഴി പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ? അതാണ് 2ാമത്തെ ലെയറിൻ്റെ പ്രത്യേകത. ഇനി 3ാമത്തെ ലെയർ നിങ്ങൾക്ക് കാണാം. ഈ 3ാമത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം എന്ന് പറയും. ഇതാണ് എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ. ഈ ലെയറിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ, ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ. ഈ എൻഡോമെട്രിയമാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ. എന്താണ് ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലാൻസുകളും ബ്ലഡ് വെസൽസുകളും കൊണ്ടൊക്കെയാണ് ഏതുണ്ടാക്കിയത്? എൻഡോമെട്രിയം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ എന്ന് പറയാനുള്ള കാരണം. ഈ എൻഡോമെട്രിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് അണ്ടർഗോ സീരീസ് ഓഫ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത്
ഈ ഒരു ഈ ഇന്നർ ലെയർ ഉണ്ടല്ലോ, ഈ ഇന്നർ ലെയർ ആണ് നമ്മുടെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ. ഇതിന് ഒരുപാട് തരത്തിലുള്ള സൈക്ലിക് ചേഞ്ചസ് നടക്കും. ഓരോ മാസവും റിപ്പീറ്റ് ചെയ്യുന്ന ചേഞ്ചസ് നടക്കും. ഏതിൻ്റെ സമയത്താണ് നടക്കുക? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ഏതിന് സൈക്ലിക് ചേഞ്ചസ് നടക്കും? എൻഡോമെട്രിയത്തിന് സൈക്ലിക് ചേഞ്ചസ് നടക്കും. ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ. ഗ്ലാൻഡുലാർ എന്ന് പറഞ്ഞാൽ ഗ്ലാൻസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ യൂട്രസിൻ്റെ 3 ലെയറുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിമെട്രിയം, ഔട്ടർ ലെയർ, മയോമെട്രിയം, മിഡിൽ ലെയർ, എൻഡോമെട്രിയം, ഇന്നർ ലെയർ. ഓക്കെ, ഇനി നമ്മുടെ അവരുടെ ഫീമെയിൽ ആക്സസറി ഡക്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്സസറി ഡക്റ്റിൻ്റെ 1ാമത്തെ ഭാഗമായിരുന്നു ഫലോപ്പിയൻ ട്യൂബ്. 2ാമത്തെ ഭാഗമായിരുന്നു ഏത്? നമ്മുടെ യൂട്രസ്. 3ാമത്തെ ഭാഗമാണ് ഏത്? വെജൈന എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഡയഗ്രത്തിൽ. സോ ദിസ് ഈസ് ദ വെജൈന എന്ന് പറയുന്ന ഭാഗമാണ്. ഈ വെജൈന എവിടെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് സീൻ എക്സ്റ്റീരിയർ between urethra and anus. Okay, it is the opening scene between urethra and anus. Okay, യുറീത്രൻ്റെയും ആനസിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഇത് വെജൈന. ഈ വെജൈനയിലേക്കാണ് മെയിൽ സ്പേമിനെ റിലീസ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് എക്സ്റ്റേണൽ ജനൈറ്റേലിയ എന്ന് പറയും. മെയിലിൻ്റെ എക്സ്റ്റേണൽ ജനൈറ്റേലിയ ആയിരുന്നു പെനിസ് എന്ന് പറയുന്ന ഭാഗം. അതേപോലെ തന്നെ ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജനൈറ്റേലിയ ഉണ്ട്. പുറത്തേക്ക് കാണുന്നത് എക്സ്റ്റേണൽ ജനൈറ്റേലിയ പുറത്തേക്ക് കാണുന്ന ഭാഗമാണ്. ഓക്കെ, ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയൻ്റെ ഭാഗങ്ങളാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൺ, ക്ലിറ്റോറിസ്. ഇത്രയുമാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഡിപ്രഷനാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയ ഉണ്ടാവുക. ഓക്കെ, ചെറിയൊരു താഴ്ന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഇതിൽ 2 ഓപ്പണിംഗ് ഉണ്ടാകും. മുകളിലത്തെ ഓപ്പണിങ്ങിനെ നമ്മൾ യുറീത്ര എന്നാണ് വിളിക്കുക. യുറീത്ര. താഴെ കാണുന്ന ഓപ്പണിങ്ങിനെ നമ്മൾ വെജൈന എന്ന് പറയും. ഓക്കെ, വെജൈന. ഈ വെജൈനനെ പാർഷ്യലി കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാകും. ഈ പാർഷ്യലി കവർ ചെയ്ത ഈ മെംബ്രെയിക്ക് നമ്മൾ ഹൈമൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ഹൈമണെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഹൈമനെ കുറച്ച് പോയിന്റുകൾ പറയും. ഓക്കെ, അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ചെറിയൊരു ഡിപ്രഷനാണ് ഉണ്ടാവുക, ഒരു താഴ്ച എന്നാണ് അർത്ഥം. ഓക്കെ, അതിൽ 2 ഓപ്പണിംഗ് ഉണ്ടാകും. അപ്പർ ഓപ്പണിംഗ് യുറീത്ര, ലോവർ ഓപ്പണിംഗ് ഏതാണ്? വെജൈന. വെജൈനനെ പാർഷ്യലി കവർ ചെയ്തുകൊണ്ട് ആരുണ്ടാകും? ഹൈമൺ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടാകും. പാർഷ്യലി കവേർഡ് മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഈ വെജൈനനെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനെ കവർ ചെയ്തുകൊണ്ട് എ പെയർ ഓഫ് ഇന്നർ ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ ഒരു പെയർ ആയിട്ടുള്ള ഒരു ഇന്നർ ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാകും. ഈ സ്കിൻ എന്ന് പറഞ്ഞാൽ തിന്നാണ്, പെയർഡാണ്. ഈ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ എന്നാണ് വിളിക്കുക. ഓക്കെ, ലേബിയ മൈനോറ. ഇത് ഉള്ളിലാണ് ഉണ്ടാവുക. പെയർഡാണ്, തിന്നാണ്. ഈ മെംബ്രെയിനെ നമ്മൾ ലേബിയ മൈനോറ എന്നാണ് വിളിക്കുക. 2 ലേബിയ മൈനോറയും കൂടി ചേരുന്ന മുകളിലായിട്ട്, ഓക്കെ, 2 ലേബിയ മൈനോറയും കൂടി ചേരുന്ന മുകളിലായിട്ട് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാകും. ആ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ എന്നാണ് വിളിക്കുക. ഫോർ സ്കിൻ. ഈ യുറീത്രൻ്റെയും ഈ 2 ലേബിയ യുറീത്രൻ്റെ മുകളിലായിട്ട് ഈ 2 ലേബിയ മൈനോറയിൽ കൂടി ചേരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടാകും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ ക്ലിറ്റോറിസ് എന്നാണ് വിളിക്കുക. ക്ലിറ്റോറിസ്. ഓക്കെ അല്ലേ? ഇനി ഈ ലേബിയ മൈനോറയുടെ മുകളിലായിട്ട് 2ാമത്തെ ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാകും. സെക്കൻഡ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ടാകും. ഈ സെക്കൻഡ് ഫോൾഡ് ഓഫ് സ്കിന്നിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഭയങ്കര തിക്കാണ്. ഓക്കെ, സെക്കൻഡ് ഫോൾഡ് ഓഫ് സ്കിന്ന് ഒന്നും കൂടെ തിക്കാണ്. ഔട്ടർ എഡ്ജിലൊക്കെ പ്യൂബിക് ഹെയറുകൾ ഉണ്ടാവും. ഓക്കെ, ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേബിയ മെജോറ എന്നാണ് വിളിക്കുക. ലേബിയ മെജോറ. ഇത് ഔട്ടറാണ്, പെയർഡാണ്, തിക്കാണ്, വിത്ത് പ്യൂബിക് ഹെയർ ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഏത് ലേബിയ മെജോറ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി ഈ 2 ലേബിയ മെജോറയും കൂടി ചേരുന്ന മുകളിലായിട്ട് ഒരു ഫാറ്റി കുഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഫാറ്റി കുഷൻ. ഈ ഫാറ്റി കുഷനെ വിളിക്കുന്ന പേരാണ് മോൺസ് പ്യൂബിസ് എന്നാണ് വിളിക്കുക. മോൺസ് പ്യൂബിസ്. ഓക്കെ, ഒരു ഫാറ്റി കുഷൻ.
ഫാറ്റി കുഷൻ ഉണ്ടാകും. ഓക്കെ, ഇതാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണൽ ജനൈറ്റേലിയൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മോൺസ് പ്യൂബിസ് പറഞ്ഞു, ലേബിയ മെജോറ പറഞ്ഞു, ലേബിയ മൈനോർ പറഞ്ഞു, ഹൈമൺ പറഞ്ഞു, ക്ലിറ്റോറിസ് പറഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ഹൈമൺ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു വെജൈനെ പാർഷ്യലി കവർ ചെയ്തിട്ടുള്ള ഒരു മെമ്പറീനാണ് ഏത്, ഈ ഹൈമൺ എന്ന് പറയുന്ന മെമ്പറീൻ. ഈ ഹൈമൺ എന്ന് പറയുന്ന സാധനം യൂഷ്വലി ടോൺ ഓർ ബ്രേക്ക് ഡ്യൂറിങ് ഫസ്റ്റ് കോയിറ്റസ്. ഓക്കെ, ഫീമെയിലുമായിട്ട് ആദ്യത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ ഈ ഹൈമൺ എന്ന് പറയുന്ന സാധനം എന്തായി പോകും, കീറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. കീറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഓർ ഇറ്റ് മേ ബ്രേക്ക്. സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലാതെ തന്നെ ഇത് പൊട്ടിപ്പോകും. എങ്ങനെയൊക്കെ പൊട്ടിപ്പോകും? ഇറ്റ് മേ ബ്രേക്ക് ഡ്യൂറിങ് സഡൻ ഫോൾ ഓർ ജോൾട്ട്. നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ ഹിപ്പ് ഏരിയ ഒക്കെ കുത്തിങ്ങാണ് നമ്മൾ നിലത്തേക്ക് വീഴുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹൈമൺ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സിൽ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടാംപൂൺ. ഓക്കെ, വെജൈനൽ ടാംപൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് പോലത്തെ സാധനങ്ങൾ, ഇൻസ്റ്റേഷൻ ഓഫ് വെജൈനൽ ടാംപൂൺ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെജൈനൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെജൈനൽ ടാംപൂൺ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈമൺ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ ഹൈമൺ പൊട്ടിപ്പോകാം. അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലാതെ പെട്ടെന്ന് സഡൻ ഫോൾ വഴി, അല്ലെങ്കിൽ ഹോഴ്സ് ബാക്ക് റൈഡിങ് വഴി, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടാംപൂൺ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്? നമ്മുടെ ഹൈമൺ ബ്രേക്കായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ചില സ്ത്രീകളിൽ ഹൈമൺ പെർസിസ്റ്റ് ഈവൺ ആഫ്റ്റർ സെക്ഷൽ ഇൻ്റർകോഴ്സ്. ചില സ്ത്രീകളിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാലും ചിലപ്പോൾ എന്തായി പോവില്ല, ഹൈമൺ പൊട്ടിപ്പോവില്ല, അവിടെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൺ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് സെക്ഷൽ വെർജിനിറ്റി. ഹൈമൺ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഒരു പെൺകുട്ടിക്ക് പ്രീവിയസ് സെക്സ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ത്രീകളിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തിയാൽ തന്നെ ഹൈമൺ അവിടെ നിലനിൽക്കും. ചില സ്ത്രീകളിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താതെ തന്നെ ഹൈമൺ പൊട്ടിപ്പോകുന്ന കുറേ സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഹൈമൺ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഒരു പെൺകുട്ടി സെക്ഷലി വെർജിൻ ആണോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദാറ്റ്സ് വൈ ഹൈമൺ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് സെക്ഷൽ വെർജിനിറ്റി. ഓക്കെ അല്ലേ? 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള മാമറി ഗ്ലാൻഡുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാമറി ഗ്ലാൻഡുകൾ നമുക്കറിയാം മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡുകളാണ് മാമറി ഗ്ലാൻഡുകൾ. ഓക്കെ, നമുക്ക് ഒരു പെയർ മാമറി ഗ്ലാൻഡാണുള്ളത്. മാമറി ഗ്ലാൻഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാമറി ഗ്ലാൻഡ് ഉണ്ടാക്കിയത് മെയിനായിട്ട് 2 ആൾക്കാരെ കൊണ്ടാണ്. ആരൊക്കെയാണ് ഇതിലുള്ള ആൾക്കാരെന്ന് ശ്രദ്ധിച്ചോ? ഒന്ന് ഗ്ലാൻഡുലാർ ടിഷ്യൂസും വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ഈ യെല്ലോ നിറത്തിൽ കാണുന്ന മൊത്തം കാണുന്ന ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഗ്ലാൻഡുലാർ ടിഷ്യൂസ് എന്നാണ് വിളിക്കുക. ഇതാണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ്. ഓക്കെ, ദെൻ അടിയിലും മുകളിലുമായിട്ട് നിങ്ങൾക്ക് ഇതാ ഫാറ്റ് കാണാം. ഇതാ നിങ്ങളിവിടെ കാണുന്നുണ്ടാകും, ഫാറ്റ് കാണുന്നുണ്ടാവും. ഓക്കെ അല്ലേ? ഈ 2 ആൾക്കാരെ കൊണ്ടാണ് ആരുണ്ടാക്കിയത്? മാമറി ഗ്ലാൻഡുകൾ ഉണ്ടാക്കിയത്. ആരൊക്കെയാണ്? ഗ്ലാൻഡുലാർ ടിഷ്യൂസും ഫാറ്റും കൊണ്ട്. ഇനി ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് തന്നെ 15 മുതൽ 20 ലോബുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഒരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്. ഇങ്ങനെ 15 മുതൽ 20 ലോബിൽ ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ലോബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ലോബുകൾ എന്നാണ് വിളിക്കുക. ഈ മാമറി ലോബുകളൊക്കെ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ മാമറി ലോബുകളൊക്കെ തുടങ്ങുന്നത് ഇറഗുലർ വാളിലുള്ള ബാഗ് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. ഈ ഇറഗുലർ വാളിലുള്ള ഈ ബാഗ് ഷേപ്പ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ എന്നാണ് വിളിക്കാം. ഓക്കെ, ആൽവിയോളൈ. അതായത് ഇതാണ് ഒരു ആൽവിയോളൈ. കുറേ ആൽവിയോളകളെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മാമറി ലോബും തുടങ്ങുന്നത് ഇറഗുലർ വാളിലുള്ള ആൽവിയോളൈ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്.
ഓക്കെ അല്ലേ? ഈ ആൽവിയോളൈൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിൽക്ക് സെക്രീറ്റിംഗ് സെല്ലുകൾ ഉണ്ടാകും. ഇവരാരെ സെക്രീറ്റ് ചെയ്യും? മിൽക്കിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആൽവിയോളൈൻ്റെ വാളിൻ്റെ ഉള്ളിലാണ് ആരെ സെക്രീറ്റ് ചെയ്യുക? മിൽക്കിനെ സെക്രീറ്റ് ചെയ്യുക. ഈ മിൽക്കിനെ ആൽവിയോളയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ചെറിയ ട്യൂബുകൾ ഉണ്ടാവും. ഈ ചെറിയ ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാമറി ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. മാമറി ട്യൂബ്യൂളുകൾ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആൽവിയോളൈൻ്റെ ഉള്ളിൽ മിൽക്ക് സെക്രീറ്റിംഗ് സെല്ലുകൾ ഉണ്ടാകും. ആ മിൽക്കിനെ ആൽവിയോളയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ചെറിയ ട്യൂബുകളെ നമ്മൾ എന്താ പേര് വിളിക്കുക? മാമറി ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാമറി ട്യൂബ്യൂളുകൾ ലാബിൽ ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഇവിടെ എങ്ങനെ മാമറി ട്യൂബ്യൂളുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആൽവിയോളൈൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ ട്യൂബ്യൂളുകളെ നമ്മൾ എന്താ പേര് വിളിക്കുക? മാമറി ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. ഇനി ഓരോ മാമറി ലോബിൽ നിന്നും വരുന്ന മാമറി ട്യൂബ്യൂളുകൾ, ഇതൊരു മാമറി ലോബാണെന്ന് വിചാരിച്ചോ, അടുത്ത മാമറി ലോബ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ വരുന്ന മാമറി ട്യൂബ്യൂളുകളൊക്കെ കൂടി ചേർന്നുകാണ്ട് ഒന്നും കൂടെ വലിയ ഡക്റ്റ് ഉണ്ടാകും. ആ വലിയ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ഡക്റ്റ് എന്നാണ് വിളിക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാമറി ട്യൂബ്യൂളുകൾ, ഓരോ ലോബിലുമുള്ള മാമറി ട്യൂബ്യൂളുകൾ കൂടി ചേർന്നുകാണ്ട് ഒന്നും കൂടെ വലിയ ഡക്റ്റ് ഉണ്ടാകും. ആ വലിയ ഡക്റ്റിന് എന്താ പേര് വിളിക്കുക? മാമറി ഡക്റ്റ് എന്നാണ് വിളിക്കുക. ഈ മാമറി ഡക്റ്റുകളൊക്കെ കൂടി ചേർന്നുകാണ്ട് വീണ്ടും വലിയൊരു ഡക്റ്റ് ഉണ്ടാകും. ആ ഡക്റ്റിനെ നമ്മൾ മാമറി ആംപ്യുള എന്നാണ് വിളിക്കുക. ഈ മാമറി ആംപ്യുള നേരെ തുറക്കുക, നിപ്പിൾസിൻ്റെ ഉള്ളിൽ ഒരു ഡക്റ്റ് ഉണ്ടാകും. ഈ നിപ്പിൾസിൻ്റെ ഉള്ളിലുള്ള ഈ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ലെക്റ്റിഫറസ് ഡക്റ്റ് എന്നാണ് വിളിക്കുക. ഈ ലെക്റ്റിഫറസ് ഡക്റ്റ് നേരെ നിപ്പിൾസിലേക്കാണ് തുറക്കുക. ആ നിപ്പിൾസ് എന്നാണ് കുട്ടി ബ്ലഡ് സക്ക് ചെയ്തെടുക്കുക. അതായത് ലെക്റ്റിഫറസ് ഡക്റ്റ് എന്നാണ് കുട്ടി ബ്ലഡ് മിൽക്ക് സക്ക് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മാമറി ഗ്ലാൻഡിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ മിൽക്കിൻ്റെ പാത്ത് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ മിൽക്കിൻ്റെ പാത്ത് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണ്? ഓരോ മാമറി ലോബിലുമുള്ള ആൽവിയോളകളാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ആൽവിയോളൈൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചെറിയ ട്യൂബുകളെ എന്താ പേര് വിളിച്ചത്? മാമറി ട്യൂബ്യൂളുകൾ എന്നാണ് പേര് വിളിച്ചത് അല്ലേ? മാമറി ട്യൂബ്യൂളുകൾ. ഓരോ ലോബിലെയുമുള്ള മാമറി ട്യൂബ്യൂളുകൾ കൂടി ചേർന്നുകാണ്ട് ഒന്നും കൂടെ വലിയ ഡക്റ്റ് ഉണ്ടാകും. ആ വലിയ ഡക്റ്റിന് എന്താ പേര്? മാമറി ഡക്റ്റ് എന്നാണ് വിളിക്കുക. ഈ മാമറി ഡക്റ്റുകളൊക്കെ കൂടി ചേർന്നുകാണ്ട് ഉണ്ടാകുന്ന വലിയ ഡക്റ്റിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? മാമറി ആംപ്യുള എന്നാണ് വിളിക്കുക. ഈ മാമറി ആംപ്യുള നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഓക്കെ, ലെക്റ്റിഫറസ് ഡക്റ്റിലേക്കാണ്. ലെക്റ്റിഫറസ് ഡക്റ്റ് എന്ന് പറയും. ലെക്റ്റിഫറസ് ഡക്റ്റ്. ഈ ലെക്റ്റിഫറസ് ഡക്റ്റാണ് നേരെ എങ്ങോട്ടേക്ക് തുറക്കുക? നിപ്പിൾസിലേക്ക് തുറക്കുന്നതാണ് ലെക്റ്റിഫറസ് ഡക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ആൽവിയോളയിൽ നിന്ന് മിൽക്ക് മാമറി ട്യൂബ്യൂൾ വഴി, മാമറി ഡക്റ്റ് വഴി, മാമറി ആംപ്യുള വഴി, ലെക്റ്റിഫറസ് ഡക്റ്റ് വഴി എങ്ങോട്ടേക്ക് എത്തും? നിപ്പിൾസിലേക്ക് എത്തും. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിലെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്യാമറ്റോജെനിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാമറ്റോജെനിസിസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ നമ്മൾ ഊജെനിസിസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ആണ്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്നാണ് വിളിക്കുക. ഊജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എഗ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഊജെനിസിസ് എന്നാണ് പറയുക. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്പെർമാറ്റോജെനിസിസ് ആണ്. ഓക്കെ, മെയിലിൻ്റെ കേസിൽ ഈ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് എവിടെ നടക്കുക? ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ, സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ സ്പെർമാറ്റോഗോണിയകളിൽ നിന്നാണ് എന്തുണ്ടാവുക? സ്പേം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. മെയിലിൻ്റെ കേസിൽ ഈ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് തുടങ്ങുക പ്യൂബർട്ടിയിലാണ്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട് ഇൻ പ്യൂബർട്ടി. പ്യൂബർട്ടിയിലാണ് ഈ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് മെയിൽ എന്ത് ചെയ്യുക? തുടങ്ങുക. ആൻഡ് ഇറ്റ് കണ്ടിന്യൂ ഇൻ ഓൾഡ് ഏജ്. ഓക്കെ, ഓൾഡ് ഏജിൽ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? മെയിൽ കണ്ടിന്യൂ ചെയ്യും. അതായത് മെയിൽ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യില്ല. എത്ര കാലമാണോ മെയിൽ ജീവിക്കുന്നത് അത്രയും കാലം മെയിൽ എന്തുണ്ടാക്കും? സ്പേം ഉണ്ടാക്കും. അപ്പോൾ ഇനി ശ്രദ്ധിക്കണേ, നമുക്കറിയാം നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ അല്ലേ, അതിൻ്റെ ലൈനിങ്ങിൽ കാണുന്ന സെല്ലുകളെ നമ്മൾ എന്താ പേര് വിളിക്കുക? സ്പെർമാറ്റോഗോണിയ എന്നാണ് വിളിക്കുക.
ഈ സ്പെർമാറ്റോഗോണികളിൽ നിന്നാണ് എന്തുണ്ടാവുക? സ്പേം ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പെർമാറ്റോഗോണികളിൽ നിന്ന് സ്പേം ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഈ സ്പെർമാറ്റോഗോണിയൻ്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ നോർമൽ ആയിട്ടുള്ള ഒരു സെല്ലാണ്. ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. അതായത് 2n ആണ്, ഡിപ്ലോയിഡ് ആണ്. നമ്മൾ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ ഈ സ്പെർമാറ്റോഗോണികൾക്ക് കണ്ടിന്യൂസ് മൈറ്റോസിസ് നടക്കും. ഓക്കെ, അങ്ങനെ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ, സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ടാകും. ആ സെല്ലുകളൊക്കെ നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്ന് തന്നെയാണ് വിളിക്കുക. ഇനി ഈ സ്പെർമാറ്റോഗോണി എന്ത് ചെയ്യുന്ന അറിയോ? ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഈ സ്പെർമാറ്റോഗോണികളൊന്ന് വലുതാകും. ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഈ സ്പെർമാറ്റോഗോണികളൊന്ന് വലുതാവും. അപ്പോൾ ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്തിട്ട് വലുതായിട്ടുള്ള ഈ സ്പെർമാറ്റോഗോണികളെ നമ്മൾ പിന്നെ വിളിക്കുന്ന പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവർ ജസ്റ്റ് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്തിട്ട് സൈസ് വലുതാകുന്നേ ഉള്ളൂ. അതായത് ജനറ്റിക് മേക്കപ്പിൽ, അതായത് ക്രോമസോം നമ്പറിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ എത്രയാണ് വരിക? 46 ആണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെയും ക്രോമസോം നമ്പർ വരിക. ഇനി ശ്രദ്ധിക്കുക, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ ആദ്യമായിട്ട് അതിനെന്ത് നടക്കും? ഒന്നാമത്തെ മിയോസിസ് 1 എന്ന് പറയുന്ന ഡിവിഷന് അത് വിധേയമാവും. അപ്പോൾ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസിന് വിധേയമായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 സെല്ലുകൾ ഉണ്ടാകും. ആ 2 സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. അതേപോലെ വേറെ കുറേയും പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ ഉണ്ടാവും. അവരൊക്കെ അതേപോലെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെല്ലുകൾ ഉണ്ടാകും. ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ 46 ആണ്. അത് മിയോസിസിന് വിധേയമായപ്പോൾ ഇതിൽ നിന്ന് 2 സെല്ലുകൾ ഉണ്ടായി. അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും ക്രോമസോം നമ്പർ എത്ര വരിക? 23 വരും. ഓക്കെ, ഇവരുടെ ക്രോമസോം നമ്പർ എത്രയായിരുന്നു? 46 ആയിരുന്നു. ആരുടെ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റേത്. അത് മിയോസിസിന് 1 വിധേയമായപ്പോൾ 2 സെല്ലുകൾ ഉണ്ടായി. അവരെ നമ്മൾ ഒരുമിച്ച് എന്താ പേര് വിളിക്കുക? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് വിളിക്കുക. ക്രോമസോം നമ്പർ രണ്ടാൾതും എത്രയാണ്? 23 ആണ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഇനി എന്ത് ചെയ്യും? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമാവും. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമായി കഴിഞ്ഞാൽ ഇതിൽ നിന്നും 2 സെല്ലുകൾ ഉണ്ടാകും, ഇതിൽ നിന്നും 2 സെല്ലുകൾ ഉണ്ടാകും. ഓക്കെ, ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്പെർമാറ്റിഡുകൾ എന്നാണ് വിളിക്കുക. ഈ സ്പെർമാറ്റിഡുകൾക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ? ഡിഫറൻസിയേഷൻ സംഭവിക്കും. അപ്പോൾ ഈ സ്പെർമാറ്റിഡിൻ്റെ ക്രോമസോം നമ്പർ എത്ര വരിക? 23 ആണ് വരിക. മിയോസിസ് 2 ആണ്. മിയോസിസ് 2 വന്നു കഴിഞ്ഞാൽ അതിൽ ക്രോമസോം നമ്പറിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പാരന്റ് സെല്ലിൻ്റെ ക്രോമസോം നമ്പർ എത്രയാണോ അത് തന്നെയാണ് അതിൽ നിന്നുണ്ടാകുന്ന സെല്ലുകൾക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ക്രോമസോം നമ്പർ 23 ആണ്. അപ്പോൾ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാളുടെയും ക്രോമസോം നമ്പർ എത്ര വരും? 23 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്പെർമാറ്റിഡുകൾ എന്നാണ് വിളിക്കുക. ഈ സ്പെർമാറ്റിഡുകൾക്ക് ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ടാണ് ആരുണ്ടാവുക? നമ്മുടെ സ്പേമുകൾ ഉണ്ടാവുക. ഓക്കെ, ഈ സ്പെർമാറ്റിഡുകൾക്ക് ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ട് സ്പേം അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുക. സ്പെർമിയോജെനിസിസ്. സ്പെർമാറ്റിഡുകൾക്ക് ഡിഫറൻസിയേഷൻ സംഭവിച്ച് ആരുണ്ടാകും? സ്പേം ഉണ്ടാകും. അതിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുക. ഇനി ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നോക്കിക്കോ, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേമാണ് ഉണ്ടായത്? ഇതാണ് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ടോട്ടൽ എത്ര സ്പേം ഉണ്ടായി? 4 സ്പേമുകൾ ഉണ്ടായി. ഓക്കെ, 4 സ്പേമുകൾ ഉണ്ടായി. ഇനി വേറൊരു കാര്യം നോക്കിക്കോ, ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം ഉണ്ടായി? ഇതാണ് ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഇതിൽ നിന്നുണ്ടായത് എത്ര സ്പേമാണ്? 2 സ്പേം. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് സ്പെർമാറ്റോജെനിസിസ്. ഓക്കെ അല്ലേ? സ്പെർമാറ്റിഡുകൾ സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുക. ഈ സ്പെർമിയോജെനിസിസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സ്പേം എന്ത് ചെയ്യുന്നറിയോ? അവരുടെ ഹെഡ് സെർട്ടോളി സെല്ലിൽ എംബഡ് ചെയ്യും. ഓക്കെ, സെർട്ടോളി സെല്ലിൻ്റെ ഉള്ളിൽ അവരുടെ ഹെഡ് ഇടും. ഹെഡ് ഇട്ടതിന് ശേഷം സെർട്ടോളി സെല്ലിൽ നിന്നും ന്യൂട്രീഷൻസ് വലിച്ചെടുക്കും. വലിച്ചെടുത്തതിന് ശേഷം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ എന്നാണ് വിളിക്കുക. എന്താണ് സ്പെർമിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായ സ്പേം
സെർട്ടോളി സെല്ലിൻ്റെ ഉള്ളിൽ അവരുടെ ഹെഡ് സെർട്ടോളി സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് ന്യൂട്രീഷൻസ് വലിച്ചെടുക്കും. ന്യൂട്രീഷൻസ് വലിച്ചെടുത്തതിന് ശേഷം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സ്പെർമിയേഷൻ. അപ്പോൾ എന്താണ് സ്പെർമിയോജെനിസിസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സ്പെർമാറ്റിഡുകൾ സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജെനിസിസ് ആൻഡ് സ്പെർമിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ സ്പെർമാറ്റോജെനിസിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം ലാബിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്പെർമാറ്റോഗോണിയ കാണാം, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് കാണാം, സെക്കൻഡറി കാണാം, സ്പെർമാറ്റിഡുകൾ കാണാം, സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമിനെ ഒക്കെ കാണാം. അപ്പോൾ സെർട്ടോളി സെല്ല് കാണാം. ഇതൊക്കെ ലാബിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അത് പഠിച്ചിട്ട് വേണം പോകാൻ. ഇതും എക്സാമിന് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റോൾ ഓഫ് ഹോർമോൺ ഇൻ സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസിൽ ഹോർമോണുകളുടെ റോൾ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഡയഗ്രം നിങ്ങൾ ഫസ്റ്റ് ഇയറത്തെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹൈപ്പോതലാമസ് കാണാം, അതിൻ്റെ തൊട്ട് താഴത്തെയായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണാം, അതിന് 2 ലോബുകൾ കാണാം, ആൻറ്റീരിയർ ലോബ് കാണാം, പോസ്റ്റീരിയർ ലോബൊക്കെ കാണാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ ഉള്ളിൽ കുറേ ന്യൂറോണുകളുണ്ട്. ആ ന്യൂറോണുകൾ നമ്മൾ ഹൈപ്പോതലാമിക് ന്യൂറോണുകൾ അല്ലെങ്കിൽ ന്യൂറോ സെക്രീറ്ററി സെല്ലുകൾ എന്നൊക്കെയാണ് വിളിക്കുക. ഇവരെ റിലീസിങ് ഹോർമോണുകൾ ഉണ്ടാക്കും, ഇൻഹിബിറ്ററി ഹോർമോണുകൾ ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിലീസിങ് ഹോർമോണാണ് GnRH എന്ന് പറയും. GnRH. ഓക്കെ, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നാണ് വിളിക്കുക. ഈ GnRH എന്ത് ചെയ്യും? ഈ പോർട്ടൽ സർക്കുലേഷൻ വഴി ഈ GnRH നേരെ വന്നുകൊണ്ട് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിൽ നിന്ന് കുറച്ച് ഹോർമോണുകൾ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആരൊക്കെയാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FSHും LHും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചോ, നമ്മുടെ ഹൈപ്പോതലാമസ് ആരെ റിലീസ് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ റിലീസ് ചെയ്യും. ഇവർ നേരെ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിൽ എത്തിയതിനു ശേഷം ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി 2 ഹോർമോണുകളെ റിലീസ് ചെയ്യും. അതാണ് ആര്? FSHും LHും. ഇവരെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ഗൊണാഡോട്രോപ്പിൻസ് എന്നാണ് വിളിക്കുക. ഈ FSHും LHും ഇവരുടെ മെയിലിൽ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ LH എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ, നേരെ നമ്മുടെ ലിഡിക് സെല്ലിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കാണുന്ന സെല്ലുകളാണ് ലിഡിക് സെല്ലുകൾ. ഈ LH ലിഡിക് സെല്ലിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആരുണ്ടാക്കും? ആൻഡ്രോജൻസിനെ ഉണ്ടാക്കും. ഓക്കെ, ഈ ആൻഡ്രോജൻ എന്തിനെ സഹായിക്കും? സ്പെർമാറ്റോജെനിസിസിനെ സഹായിക്കും. ആര്? ആൻഡ്രോജൻ. ഇതാണ് LHൻ്റെ റോള്. ഇനി FSH എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സെർട്ടോളി സെല്ലിൻ്റെ മുകളിൽ പോയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെർട്ടോളി സെല്ലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെർട്ടോളി സെല്ലിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചില ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ചില ഫാക്ടേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്പെർമിയോജെനിസിസ് നടക്കുള്ളൂ. എന്താണ് ഈ സ്പെർമിയോജെനിസിസ്? സ്പെർമാറ്റിഡ് സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുക. അപ്പോൾ സെർട്ടോളി സെല്ല് FSH വന്നുകൊണ്ട് സെർട്ടോളി സെല്ലിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഇവർ ചില ഫാക്ടറുകൾ ഉണ്ടാക്കും. ആ ഫാക്ടറുകൾ ഉണ്ടായാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സ്പെർമിയോജെനിസിസ് നടക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് സ്പേം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സ്പേമിൻ്റെ ഒക്കെ ഫിഗർ കാണാം. ഇതിൻ്റെ പാർട്സ് ഒക്കെ ലാബിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആണ്, കണ്ണുകൊണ്ട് കാണൂല. ഹാപ്ലോയിഡ് ആണ്. ക്രോമസോം നമ്പർ എത്രയാണ്? 23 ആണ്. ഓക്കെ, ഫ്ലജല്ലേറ്റഡ് ആണ്, നിങ്ങൾക്ക് കാണാം, ഫ്ലജല്ല കാണാം. ഓക്കെ, ആൻഡ് മോട്ടൈൽ സ്ട്രക്ചർ ആണ്, ചലിക്കാൻ കഴിയുന്ന സെല്ലുകളാണ് ആര്? സ്പേം എന്ന് പറയുന്ന ആൾ. ഇനി നമ്മൾ സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സ്പേമിന് മെയിനായിട്ട് 4 ഭാഗങ്ങളാണുള്ളത്. ഇതാ, ഈ ഒരു ഭാഗത്തെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് നെക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് മിഡിൽ പീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ടെയിൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതൊരു സെല്ലാണ്. സെല്ലായതുകൊണ്ട് ഈ സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാസ്മ മെമ്പറീൻ കാണാം. അതായത് ദ ഹോൾ ബോഡി ഓഫ് സ്പേം ഈസ് കവേർഡ് ബൈ എന്താണ്? പ്ലാസ്മ മെമ്പറീൻ എന്ന് പറയുന്ന ലെയർ കാണാം. ഹെഡിൽ മെയിനായിട്ട് 2 ആൾക്കാരാണ് ഉണ്ടാവുക. ഒന്നാണ്
അക്രോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. മുകളിലേക്ക് ഇങ്ങനെ ആൻറ്റീരിയർലി ഫോക്കസ് ചെയ്ത് കിടക്കുന്ന ഒരു ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഹെഡിൽ മെയിൻ ആയിട്ട് 2 ആൾക്കാർ ന്യൂക്ലിയസ് ഉണ്ടാകും. ആ ന്യൂക്ലിയസിൽ എത്ര ക്രോമസോം ഉണ്ടാകും? 23 ക്രോമസോം ഉണ്ടാകും. ഓക്കെ, ഈ ന്യൂക്ലിയസിൻ്റെ മുകളിൽ ഇതാ ഒരു ക്യാപ്പ് പോലത്തെ ഒരു ഭാഗം കാണാം. ഈ ക്യാപ്പ് പോലത്തെ ഭാഗത്തിന് നമ്മൾ എന്താ പേര് വിളിക്കുക? അക്രോസോം എന്നാണ് വിളിക്കുക. ഈ അക്രോസോമിൽ ചില ലൈറ്റിക് എൻസൈമുകൾ ഉണ്ടാകും. ഓക്കെ, ലൈറ്റിക് എൻസൈമുകൾ ഉണ്ടാകും. ഈ ലൈറ്റിക് എൻസൈമിൻ്റെ സഹായത്തോടെയാണ് ഇവർ എഗ്ഗിൻ്റെ പുറത്തുള്ള സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാകും. ഓക്കെ, സോണ പെല്ലൂസിഡനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സോണ പെല്ലൂസിഡനൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഏത് എൻസൈം ഉപയോഗിക്കും? ഈ ലൈറ്റിക് എൻസൈം ഉപയോഗിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഭാഗം ശ്രദ്ധിച്ചോ. ഈ ഹെഡിനെ മിഡിൽ പീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് നെക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ മിഡിൽ പീസ് എന്ന് പറയുന്ന ഭാഗം ഇതാണ് മൊത്തത്തിൽ മിഡിൽ പീസ് എന്ന് പറയുന്ന ഭാഗം. ഈ മിഡിൽ പീസിൽ നിങ്ങൾക്ക് സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ കാണാൻ വേണ്ടി പറ്റും. ഈ സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയാണ് സ്പേം മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുക. ഓക്കെ, എനർജി സോഴ്സ് ഫോർ സ്വിമ്മിങ്. സ്പേമിനെ സ്വിം ചെയ്യാനുള്ള എനർജി വേണം. ആ എനർജി കൊടുക്കുന്നത് ആരാണ്? ഈ മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, ഈ മിഡിൽ പീസിൽ നിങ്ങൾക്ക് ഒരു ഫിലമെൻറ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കാണാം. ഈ ഫിലമെൻറ്റ് പോലത്തെ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നിങ്ങൾക്ക് ടെയിലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഓക്കെ, ഈ ഫിലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏക്സിയൽ ഫിലമെൻറ്റ് എന്നാണ് വിളിക്കുക. ഈ ഏക്സിയൽ ഫിലമെൻറ്റ് നിങ്ങൾക്ക് എവിടെ കാണാം? ടെയിലിലും കൂടെ കാണാം. ഈ ഏക്സിയൽ ഫിലമെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ടെയിലിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുക. ഓക്കെ അല്ലേ? അതായത് വെജൈനയിലേക്ക് റിലീസ് ചെയ്യുന്ന സ്പേം ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തണം. അപ്പോൾ ആ സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് മോട്ടിലിറ്റിക്ക് വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ടെയിലാണ്. ഇത്രയുമാണ് നമുക്ക് സ്പേമിൻ്റെ സ്ട്രക്ചറായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഊജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഊജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഗ്ഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഊജെനിസിസ് എന്ന് വിളിക്കുക. ഇതെവിടെയാണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറിയിലാണ് ഈ എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് നടക്കുക. അപ്പോൾ മെയിലിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു സ്പെർമാറ്റോജെനിസിസ് എപ്പോഴാണ് തുടങ്ങുക? പ്യൂബർട്ടിയിലാണ് സ്പെർമാറ്റോജെനിസിസ് തുടങ്ങുക. അത് മെയിലിൻ്റെ കേസിൽ ഓൾഡ് ഏജിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് അങ്ങനെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എംബ്രിയോണിക് സ്റ്റേജിലാണ്. എംബ്രിയോണിക് സ്റ്റേജിൽ ഈ എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബൈ ബർത്തോടുകൂടെ, ഓക്കെ, ആ പെൺകുട്ടി ജനിക്കുന്നതോടുകൂടെ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ടെമ്പററിലി സ്റ്റോപ്പാണ്. അതിനുശേഷം ഈ പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യും അറ്റ് പ്യൂബർട്ടി. പ്യൂബർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു പ്രോസസ്സ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ആകും അറ്റ് ഏജ് 50 ഓർ 52. 50-52 വയസ്സാകുമ്പോഴത്തേക്ക് ഈ എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് ആരവസാനിപ്പിക്കും? ഫീമെയിൽസ് എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഊജെനിസിസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ഈ ഊജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. അപ്പോൾ ഊജെനിസിസ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. എംബ്രിയോണിക് സ്റ്റേജിലാണ് എന്ത് നടക്കുക? ഈ ഊജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫീറ്റസ് അല്ലെങ്കിൽ ഒരു എംബ്രിയോ ഫീമെയിൽ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ആ എംബ്രിയോൻ്റെ ഓവറിൻ്റെ ഉള്ളിൽ ആദ്യമുണ്ടാകുന്ന സെല്ലുകൾ ശ്രദ്ധിച്ചോട്ടോ, ആദ്യമുണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഊഗോണിയ എന്നാണ് വിളിക്കുക. ഊഗോണിയ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് എംബ്രിയോണിക് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോണത്. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ ആദ്യം ഉണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഊഗോണിയ എന്നാണ് വിളിക്കുക. ആ എംബ്രിയോ അങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഊഗോണിയകൾക്കൊക്കെ മൈറ്റോസിസ് സംഭവിക്കും. ഓക്കെ, മൈറ്റോസിസ് സംഭവിച്ചുകൊണ്ട് ഒരുപാട് ഊഗോണികൾ ഉണ്ടാകും. ഓക്കെ, മൈറ്റോസിസ് സംഭവിച്ചുകൊണ്ട് ഒരുപാട് ഊഗോണികൾ ഉണ്ടാകും. ഓക്കെ, ഏകദേശം ഒരു ഓവറിൻ്റെ ഉള്ളിൽ, ഓക്കെ, ഒരു ഓവറിൻ്റെ ഉള്ളിൽ ഏകദേശം 1 മില്യൺ ഊഗോണിയാസ് ഉണ്ടാകും. 1 മില്യൺ ഊഗോണിയാസ് ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ എത്ര ഓവറിയാണുള്ളത്? 2 ഓവറി. 2 ഓവറിൻ്റെ ഉള്ളിലും കൂടെ ടോട്ടൽ എത്ര മില്യൺ ഊഗോണിയാസ് ഉണ്ടാകും? 2 ഓവറിൻ്റെ ഉള്ളിലും കൂടെ 2 മില്യൺ ഊഗോണിയാസ് ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ജനിക്കുന്നതിന് മുന്നേ 2 മില്യൺ ഊഗോണിയാസ് ഓവറിൻ്റെ ഉള്ളിലുണ്ടാവും. 2 ഓവറിൻ്റെ ഉള്ളിലും കൂടിയായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോ മോർ ഊഗോണിയാസ് ആർ ഫോംഡ് ആഫ്റ്റർ ദ ബർത്ത് ആണ്. നോ മോർ ഊഗോണിയാസ് ആർ ഫോംഡ്
ആഫ്റ്റർ ദ ബർത്ത് ആണ്. ജനിച്ചതിന് ശേഷം ഒരു ഊഗോണിയയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കണേ, ഈ ജനിക്കുന്നതിന് മുന്നേ ഈ ഊഗോണികളൊക്കെ മിയോസിസ് 1ലേക്ക് കടക്കും. ഈ ഒരു പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കുക. മിയോസിസ് 1ലേക്ക് കടക്കും. മിയോസിസ് 1ലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോഫേസ് 1 എന്ന് പറയും. ഈ പ്രോഫേസ് 1ൽ എത്തുന്നതോടുകൂടെ ആ പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യും? അറസ്റ്റായി പോകും, സ്റ്റക്കായി പോകും. മിയോസിസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റൂല? ഊഗോണികൾക്ക് പറ്റൂല. ഇവരുടെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ മിയോസിസ് 1ലേക്ക് കടക്കും. പ്രോഫേസ് 1ലേക്ക് എത്തുമ്പോഴത്തേക്ക് മിയോസിസ് അറസ്റ്റ് ആവും. ഈ മിയോസിസ് അറസ്റ്റ് ആയിട്ടുള്ള ഈ സെല്ലുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്രോമസോം എത്രയേ വരുന്നുള്ളൂ? 46 ആണ് വരിക, കാരണം മിയോസിസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ശ്രദ്ധിക്കണേ, ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ പ്രൈമറി ഊസൈറ്റിൻ്റെ മുകളിൽ ഒരു ലെയർ ഗ്രാനുലോസ സെല്ല് വന്നുകൊണ്ട് അടിഞ്ഞുകൂടും. ഓക്കെ, ഈ ലെയർ ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാനുലോസ സെല്ലുകൾ എന്നാണ് വിളിക്കുക. ഒരു ലെയർ ഗ്രാനുലോസ സെല്ല് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിനെ പിന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ എന്നാണ് വിളിക്കുക. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഈ പ്രൈമറി ഫോളിക്കിൾസിൻ്റെ ഉള്ളിലുള്ള സെല്ലുകളുടെ പേര് മറന്നു പോകരുത്. അവരെന്താണ്? പ്രൈമറി ഊസൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുക ബിഫോർ ബർത്ത് ആണ്. നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുന്നേ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ നിങ്ങളിതാ പ്രൈമറി ഫോളിക്കിളായിട്ടാണ് നിങ്ങൾ ജനിക്കുക. ജനിച്ചതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോ. ജനിച്ചതിന് ശേഷം ഫ്രം ബർത്ത് ടു പ്യൂബേർട്ടി ആണ് ഇനി ഞാൻ പറയുന്നത്. ഫ്രം ബർത്ത് ടു പ്യൂബേർട്ടി. ഓക്കെ, ജനിച്ചതിന് മുതൽ പ്യൂബേർട്ടി വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈമറി ഫോളിക്കിൾസ് ആയിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവുക അല്ലേ? ഈ പ്രൈമറി ഫോളിക്കിൾസ് എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള പ്രൈമറി ഫോളിക്കിളൊക്കെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ പ്യൂബേർട്ടിയിലെത്തുമ്പോൾ നിങ്ങളുടെ ഒരു ഓവറിയിൽ 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിളാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിളാണ് എവിടെ ഉണ്ടാവുക? ഒരു ഓവറിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇത്രയും ചേഞ്ചസ് ആണ് എപ്പോൾ സംഭവിക്കുക? പ്യൂബേർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനിക്കുമ്പോൾ 1 മില്യൺ ഉണ്ടെന്ന് വിചാരിച്ച് ഓരോ ഓവറിൻ്റെ ഉള്ളിൽ അത് ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഡീജനറേറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ പ്യൂബേർട്ടിയിലെത്തിയപ്പോൾ എത്ര മില്യൺ പ്രൈമറി ഫോളിക്കിൾ? മില്യൺ ഒന്നുമില്ല, എത്രയേ ഉള്ളൂ? 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിളാണ് ഒരു ഓവറിയിൽ ഉണ്ടാവുക. അതിനുശേഷം എന്ത് സംഭവിക്കുന്ന അറിയോ? നിങ്ങൾ പ്യൂബേർട്ടിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, പ്യൂബേർട്ടിയിലേക്ക് കടക്കുമ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കുക നോക്കിക്കോ. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓവറി. ഈ ഓവറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഇതാ കുറേ പ്രൈമറി ഫോളിക്കിൾസ് കാണാം. എത്ര ഫോളിക്കിൾസ് ഉണ്ട്? 60,000 മുതൽ 80,000. ഈ നിങ്ങൾ പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറിൻ്റെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് കാണാം. ഈ ബ്ലഡ് വെസൽസിലൂടെ ഒരു ഹോർമോൺ വരും. ഓക്കെ, ആ ഹോർമോണാണ് FSH എന്ന് പറയും. ഈ FSH എന്ത് ചെയ്യും? ഈ പ്രൈമറി ഫോളിക്കിൾസിന് മുകളിൽ വീണ്ടും ഒരു ലെയർ ഗ്രാനുലോസ സെൽ ഉണ്ടാക്കും. വീണ്ടും ഒരു ലെയർ ഗ്രാനുലോസ സെൽ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഗ്രാനുലോസ സെൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറും. ഓക്കെ അല്ലേ? ഈ സെക്കൻഡറി ഫോളിക്കിൾസിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ഒരു ലെയർ ഗ്രാനുലോസ സെൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ടേർഷ്യറി ഫോളിക്കിളായിട്ട് മാറും. ഓക്കെ അല്ലേ? ടേർഷ്യറി ഫോളിക്കിൾ ആയി കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഏതായിരുന്നു? ഇതിൻ്റെ ഉള്ളിലുള്ളത് ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു മിയോസിസ് കംപ്ലീറ്റ് ചെയ്യാത്ത ആരാണ്? പ്രൈമറി ഊസൈറ്റ് ആണ്. ഈ പ്രൈമറി ഊസൈറ്റിന് എന്ത് സംഭവിക്കും? മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യും. അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ അല്ലേ? അതായത് ഇതിൻ്റെ ഉള്ളിൽ 3 ലെയർ വരുമെന്ന് പറഞ്ഞു. എവിടെ എത്തുമ്പോൾ? നമ്മൾ പ്യൂബേർട്ടി എത്തുമ്പോൾ അല്ലേ? അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി ഫോളിക്കിൾസ് സൈസ് വലുതാകും. സൈസ് വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് മിയോസിസ് 1 സംഭവിക്കും. ഓക്കെ അല്ലേ? മിയോസിസ് 1 സംഭവിക്കും. ഒരു ചെറിയ സെല്ലുണ്ടാകും, ഒരു വലിയ സെല്ലുണ്ടാകും. ഈ ചെറിയ സെല്ലിനെ നമ്മൾ ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയും. ഈ വലിയ സെല്ലിനെ നമ്മൾ സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയും. ക്രോമസോം നമ്പർ 23 ഇവർക്ക് കിട്ടും. 23 ക്രോമസോം നമ്പർ ആർക്ക് കിട്ടും? സെക്കൻഡറി ഊസൈറ്റിന് കിട്ടും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അൺഈക്വൽ സൈസിലുള്ള 2 സെല്ല് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കാരണം കൂടുതൽ സൈറ്റോപ്ലാസം ആർക്ക് കിട്ടണം? സെക്കൻഡറി ഊസൈറ്റിന് കിട്ടണം. കാരണം സെക്കൻഡറി ഊസൈറ്റിൽ നിന്നാണ് അവസാനം ആരുണ്ടാവുക? എഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. ഈ ഫസ്റ്റ് പോളാർ ബോഡി റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സാധനം ഡീജനറേറ്റ് ചെയ്തു പോകും. ആര്? ഈ ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും എന്തുകൊണ്ടാണ് അൺഈക്വൽ സൈസിലുള്ള 2 സെല്ലുകൾ ഉണ്ടായത്? കാരണം ഇതാണ്,
അൺഈക്വൽ സൈസിലുള്ള സെല്ലുകൾ ഉണ്ടായതിന് മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി oocyte മോസ്റ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം ആർക്ക് കിട്ടും? സെക്കൻഡറി oocyte കിട്ടും. അതിൽ നിന്നാണ് ആരുണ്ടാവുക? എഗ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. പിന്നെ ഫസ്റ്റ് പോളാർ ബോഡി ഡീജനറേറ്റ് പോകുന്ന സ്ട്രക്ചറാണ്. ഓക്കെ അല്ലേ? ഇനി ഈ സെക്കൻഡറി oocyte ഉണ്ടായി. ഈ സെക്കൻഡറി oocyte ഉണ്ടായതിനു ശേഷം എന്ത് സംഭവിക്കുന്ന അറിയോ? ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ടേർഷറി ഫോളിക്കിൾ. ഈ ടേർഷറി ഫോളിക്കിൾസിനുള്ളിൽ വെച്ചുകൊണ്ട് മിയോസിസ് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പം ഒരു ചെറിയ സെല്ലുണ്ടായി, ഒരു വലിയ സെല്ലുണ്ടായി. ഓക്കെ, ഇതാണ് ആ വലിയ സെല്ല്. ആ വലിയ സെല്ലിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സെക്കൻഡറി oocyte എന്നാണ് വിളിക്കുക. ഈ ടേർഷറി ഫോളിക്കിൾ ഉണ്ടല്ലോ, അതിനുശേഷം ട്രാൻസ്ഫോം ചെയ്തെങ്ങാണ്ട് എന്തായിട്ട് മാറും? ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോഴത്തേക്ക് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ എത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് ബ്ലഡിലൂടെ വേറെ ഒരു ഹോർമോൺ വരും. ആ ഹോർമോണാണ് LH ഹോർമോൺ എന്ന് പറയും. ഇവരെന്ത് ചെയ്യുന്ന അറിയോ? ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ പൊട്ടിച്ചിട്ട് ഇതാ സെക്കൻഡറി oocyte റിലീസ് ചെയ്യിക്കും. ആ സെക്കൻഡറി oocyte റിലീസ് ചെയ്യിക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പേര് വിളിക്കുക? ഓവുലേഷൻ എന്നാണ് വിളിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സെക്കൻഡറി oocyte മിയോസിസ് 1 മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്ത് സംഭവിച്ചിട്ടില്ല? മിയോസിസ് 2 സംഭവിച്ചിട്ടില്ല. മിയോസിസ് 2 സംഭവിക്കുമ്പോഴല്ലേ എന്തുണ്ടാവുള്ളൂ? മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡറി oocyte ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആര് കളക്ട് ചെയ്തു? ഈ സെക്കൻഡറി oocyte അവിടെ നിന്ന് റിലീസ് ചെയ്തു, ഓവറിൽ നിന്ന് റിലീസ് ചെയ്തു. ഈ റിലീസ് ചെയ്ത സെക്കൻഡറി oocyte ആര് കളക്ട് ചെയ്യും? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് കളക്ട് ചെയ്യും. ഇനി എപ്പോഴാണ് സെക്കൻഡറി oocyte മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മുടെ സ്പേം എത്തിക്കഴിഞ്ഞാലാണ്. സ്പേം എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡറി oocyte മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ചെറിയ സെല്ലുണ്ടാകും, ഒരു വലിയ സെല്ലുണ്ടാവും. ഓക്കെ, ഈ ചെറിയ സെല്ലിനെ നമ്മൾ സെക്കൻഡ് പോളാർ ബോഡി എന്നാണ് വിളിക്കുക. ഈ വലിയ സെല്ലിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? എഗ്ഗ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഫീമെയിൽ എഗ്ഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് oogenesis എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതിലൊരു കാര്യം നോക്കിക്കേ, ഒരു പ്രൈമറി ഫോളിക്കിൾസ് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രൈമറി oocyte നിന്ന് എത്ര എഗ്ഗാണ് ഉണ്ടാവുക? ഇതാണ് ഒരു പ്രൈമറി oocyte. ഇതാ ഒരു പ്രൈമറി oocyteൽ നിന്നും ഒരു എഗ്ഗാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ എത്ര സ്പേം ഉണ്ടായത്? 4 സ്പേം. ഇവിടെ ഒരു പ്രൈമറി oocyteൽ നിന്നും ഒരു എഗ്ഗാണ് ഉണ്ടായത്. ഇനി ഒരു സെക്കൻഡറി oocyteൽ നിന്നും എത്ര എഗ്ഗാണ് ഉണ്ടാവുക? ഒരു സിംഗിൾ എഗ്ഗാണ് ഉണ്ടാവുക. നേരത്തെ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 സ്പേം അല്ല ഉണ്ടായത്. പക്ഷേ ഇവിടെ ഒരു സെക്കൻഡറി oocyteൽ നിന്നും ഒറ്റ എഗ്ഗാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡ് പോളാർ ബോഡിയും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നോക്കുക. അപ്പോൾ പോളാർ ബോഡി ഉണ്ടായതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ മോസ്റ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം ടു ദ സെക്കൻഡറി oocyte ആണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാനുള്ളത്. നമ്മുടെ എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടാണ്, ചലിക്കാൻ കഴിയാത്ത 23 ക്രോമസോമുകളുള്ള ഹാപ്ലോയിഡ് ക്രോമസോമുകളുള്ള ഫീമെയിൽ ഗാമീറ്റാണ്. നമ്മുടെ എഗ്ഗിൻ്റെ സെൻട്രലി നിങ്ങൾക്ക് ന്യൂക്ലിയസ് കാണാം. ഓക്കെ, അതിന് ചുറ്റും നിങ്ങൾക്ക് എന്ത് കാണാം? ഡെൻസ് സൈറ്റോപ്ലാസം കാണാം. എഗ്ഗിനെ കവർ ചെയ്തുകൊണ്ട് 4 മെംബ്രെയിൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്ലാസ്മ മെംബ്രെയിനെ കാണാം. ഇതോ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഡയഗ്രത്തിൽ നിങ്ങൾക്ക് വിറ്റ്ലൈൻ മെംബ്രെയിനെ കാണാം. സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. കൊറോണ റേഡിയേറ്റ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ കോൺഫ്ലേക്സ് പോലെ കുറേ സെല്ലുകളെ കാണാം. ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൊറോണ റേഡിയേറ്റ എന്നാണ് വിളിക്കുക. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ആരെ കാണാം? സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ കാണാം. വിറ്റ്ലൈൻ മെംബ്രെയിൻ കാണാം. ദെൻ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ കാണാം. ഓക്കെ, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കാണാം. ഈ 4 ലെയറാണ് ആർക്കുള്ളത്? നമ്മുടെ എഗ്ഗിനുള്ളത്. ആ ലെയറുകളുടെ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി സ്പെർമാറ്റോജെനിസിസും oogenesisഉം തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഇത് അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കുക. ഡിഫറൻസസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഡിഫറൻസ് അല്ലേ? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ? സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് വിളിക്കും. എഗ്ഗ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? oogenesis എന്നാണ് വിളിക്കുക. ഒരു ഡിഫറൻസ് ആയി. അടുത്ത ഡിഫറൻസ്, സ്പെർമാറ്റോജെനിസിസ് നടക്കുക എവിടെയാണ്? ടെസ്റ്റിസിലാണ്. oogenesis നടക്കുക എവിടെയാണ്? ഓവറീസിലാണ്. ദെൻ ഈ സ്പെർമാറ്റോജെനിസിന് ലിമിറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ് ഉണ്ടാവുക. അതായത് പ്രൈമറി നമ്മുടെ സ്പെർമാറ്റോഗോണിയ ജസ്റ്റ് ന്യൂട്രീഷൻ വലിച്ചെടുത്തുകൊണ്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. അതായത് ഗ്രോത്ത് ഫേസ് വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ oogenesisനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ഇലാബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ് ഇവർക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഇലാബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ് ആർക്കുള്ളത്? oogenesisലുള്ളത്. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു ഡിഫറൻസ്, മൂന്നാമത്തെ ഒരു ഡിഫറൻസ്,
ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമുകളാണ് ഉണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ഒരു പ്രൈമറി oocyte നിന്നും ഒരു എഗ്ഗാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഡിഫറൻസ് ആണ്, പോളാർ ബോഡികളൊന്നും സ്പെർമാറ്റോജനിസിൽ നമുക്ക് കാണൂല അല്ലേ, പക്ഷേ oogenesisൽ പോളാർ ബോഡികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി ഈ സ്പെർമാറ്റോജനിസിസ് എപ്പോഴാണ് തുടങ്ങുക? പ്യൂബേർട്ടിയിലാണ് തുടങ്ങുക ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു സെനിലിറ്റി അല്ലേ, ഓൾഡ് ഏജിലും അത് കണ്ടിന്യൂ ചെയ്യും. oogenesis അങ്ങനെയല്ല, എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 50-52 വയസ്സാകുമ്പോൾ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും? അവസാനിക്കും. ഓക്കെ, യെസ്, ഇത്രയുമാണ് നമുക്ക് oogenesisനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെൻസ്ട്രൽ സൈക്കിളാണ്. ഓക്കെ, ഈ മെൻസ്ട്രൽ സൈക്കിളിൽ വേറൊരു പേരും കൂടെ വിളിക്കും, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്നുള്ള ഒരു പേരും കൂടെ വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് നോക്കാം. മെൻസ്ട്രൽ സൈക്കിൾ മീൻസ് ദ ഓവറീസ് ആൻഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അണ്ടർഗോ സീരീസ് ഓഫ് സൈക്ലിക് ചേഞ്ചസ് ഇൻ ഓർഡർ ടു പ്രിപ്പയർ ദ ഫീമെയിൽ ബോഡി ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. അതായത് ഫീമെയിൽ ബോഡീനെ ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിക്കും വേണ്ടി പ്രിപ്പയർ ആക്കാൻ വേണ്ടി ഫീമെയിൽ ബോഡീൻ്റെ ഉള്ളിൽ ഓവറീസിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിലും സൈക്ലിക് ചേഞ്ചസ് സംഭവിക്കും. ആ സീരീസ് ഓഫ് സൈക്ലിക് ചേഞ്ചസിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് വിളിക്കുക. ഈ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഓവറീസിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാകും, ഓവറീസിൻ്റെ ഉള്ളിൽ സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാകും. ഓവറീസിൻ്റെ ഉള്ളിൽ സൈക്ലിക് ചേഞ്ചസ് സംഭവിക്കുന്നത് കൊണ്ട് മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ ഒവേറിയൻ സൈക്കിൾ എന്നും പറയും. അതേപോലെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിലും എന്ത് സംഭവിക്കും? ചേഞ്ചസ് നടക്കും. ഓക്കെ, യൂട്രസിൻ്റെ ഉള്ളിലും ചേഞ്ചസ് സംഭവിക്കും. യൂട്രസിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിനെ യൂട്രൈൻ സൈക്കിൾ എന്നുള്ള ഒരു പേരും കൂടെ പറയാറുണ്ട്. ഇനി ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫീമെയിൽ പ്രൈമേറ്റ്സിലാണ് നമുക്ക് മെയിൻ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ കാണാൻ വേണ്ടി പറ്റുക. മങ്കീസിലും പ്രൈമേറ്റ്സുകൾ ആരാണ്? ഒപ്പോസിങ് ഫിംഗേഴ്സുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രൈമേറ്റ്സുകൾ എന്ന് വിളിക്കുക. അതായത് നമ്മുടെ തണ്ടാ വിരൽ കൊണ്ട് എല്ലാ വിരലിനെയും തൊടാൻ പറ്റുന്ന ആൾക്കാരാണ് പ്രൈമേറ്റ്സുകൾ. അപ്പോൾ ഒപ്പോസിങ് ഫിംഗേഴ്സുള്ള പ്രൈമേറ്റ്സിലാണ് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുക? മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുക. അപ്പോൾ എക്സാമ്പിളാണ് പ്രൈമേറ്റ്സുകൾക്ക് മങ്കി, ഏപ്സ്, ഹ്യൂമൻസ് ഒക്കെ പ്രൈമേറ്റ്സുകൾക്ക് എക്സാമ്പിളാണ്. ഇനി മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക പ്യൂബേർട്ടിയിലാണ്. പ്യൂബേർട്ടിയിലുള്ള മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ മെനാർക്കെ എന്നാണ് വിളിക്കുക. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ 50 വയസ്സാകുമ്പോഴത്തേക്ക് അവസാനിക്കുമെന്ന് പറഞ്ഞു. മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പേര് വിളിക്കും? മെനപ്പോസ് എന്ന് വിളിക്കും. ഈ മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക 28 അല്ലെങ്കിൽ 29 ദിവസം ആകുമ്പോഴാണ് മെൻസ്ട്രൽ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു പെൺകുട്ടി പ്യൂബേർട്ടി എത്തിയത് മുതൽ ഓക്കെ, അതായത് ഫീമെയിൽ ബോഡിയിൽ മെൻസ്ട്രൽ സൈക്കിൾ ഇല്ലാത്ത ഒരു സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് എന്തുണ്ടാവില്ല? മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ലാക്ടേഷൻ്റെ സമയത്തും അല്ലെ, പ്രസവിച്ചതിന് ശേഷം പാല് കൊടുക്കുന്ന സമയം ലാക്ടേഷൻ, ഈ സമയം ഒഴിച്ചുകാണ്ട് പ്യൂബേർട്ടി മുതൽ 50-52 വയസ്സ് വരെ ഫീമെയിൽ ബോഡിയിൽ എന്തുണ്ടാകും? മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകും. ഈ 2 സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല. ഈ മെൻസ്ട്രൽ സൈക്കിൾ മെയിനായിട്ട് 4 ഫേസുകളാണുള്ളത്. ഒന്നാമത്തെ ഫേസിനെ നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ഫേസിനെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കും. മൂന്നാമത്തെ ഫേസിനെ നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്നും 4ാമത്തെ ഫേസിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നുമാണ് വിളിക്കുക. അപ്പോൾ 4 ഫേസുകളുടെ പേരുകൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അതാ മെൻസ്ട്രൽ സൈക്കിൾ 4 ഫേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഫേസാണ് മെൻസ്ട്രേഷൻ ഫേസ്. അത് 1 മുതൽ ഏകദേശം 5-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസാണ് മെൻസ്ട്രൽ ഫേസ്. അതിനുശേഷം 13-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഫേസാണ് ഏത്? ഫോളിക്കുലാർ ഫേസ്. അതിനുശേഷം വരുന്ന 14-ാം തീയതി ഒറ്റ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഫേസാണ് ഓവ്യുലേറ്ററി ഫേസ് എന്ന് പറയും. ഓക്കെ, അതിനുശേഷം 15-ാം തീയതി മുതൽ അടുത്ത 28-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഫേസിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുക. ഇനി ഓരോ ഫേസിലും നമ്മുടെ ശരീരത്തിൽ വരുന്ന ഫീമെയിൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. അതായത് ഈ ഓരോ ഫേസിലും യൂട്രസിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് വരും. അതിനെ നമ്മൾ യൂട്രൈൻ ഇവൻറ്റ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഫേസിലും ഒവേറിയൻ ഹോർമോൺ ലെവലായിട്ടുള്ള ഈസ്ട്രോജൻ്റെയും പ്രൊജസ്റ്ററോണിൻ്റെയും ലെവലിൽ ചേഞ്ചസ് വരും. ദെൻ ഓരോ ഫേസിലും ഓവറീസിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് വരും. ദെൻ ഓരോ ഫേസിലും നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ ലെവലിലും ചേഞ്ചസ് വരും. ഓക്കെ, അപ്പോൾ ഓരോ ഫേസിലും ഇവിടൊക്കെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് അതിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെക്കുക, റിലീസ് ചെയ്ത എഗ്ഗ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റിലീസ് ചെയ്ത എഗ്ഗ്, നമുക്കറിയാം എഗ്ഗ് എത്രാമത്തെ ദിവസമാണ് റിലീസ് ചെയ്യുക? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ ആണ് എഗ്ഗിനെ റിലീസ് ചെയ്യുക അല്ലേ? റിലീസ് ചെയ്ത എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ, ഓക്കെ, റിലീസ് ചെയ്ത എഗ്ഗ്
ഫെർട്ടിലൈസ്ഡ് ആയിട്ടില്ല, നോട്ട് ഫെർട്ടിലൈസ്ഡ്. ഓക്കെ, ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിലാണ് മെൻസസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ എന്തിനെ റിലീസ് ചെയ്യാണ്? ഓവുലേഷൻ നടക്കുകയാണ്. അപ്പോൾ അതാ എഗ്ഗ് റിലീസ് ചെയ്തു. ഈ എഗ്ഗിനെ ആര് കളക്ട് ചെയ്തു? ഫെലോപ്പിയൻ ട്യൂബ് എഗ്ഗിനെ കളക്ട് ചെയ്യും. ആ എഗ്ഗ് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തില്ല, ഫെർട്ടിലൈസേഷൻ സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചില്ല എങ്കിലാണ് ആ മാസത്തിൻ്റെ അവസാനത്തിൽ ആ പെൺകുട്ടിക്ക് എന്തുണ്ടാവുക? മെൻസസ് ഉണ്ടാവുക. അപ്പോൾ റിലീസ് ചെയ്ത എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ, അതായത് വെജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാകും, മെൻസസ് ഉണ്ടാകും. അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, റിലീസ് ചെയ്തു എഗ്ഗിനെ ആര് കളക്ട് ചെയ്തു? ഫെലോപ്പിയൻ ട്യൂബ് കളക്ട് ചെയ്തു. ഈ റിലീസ് ചെയ്താൽ എഗ്ഗ് എവിടെ നിന്നാണ് റിലീസ് ചെയ്യുക? ഈ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ് വിളിക്കുക. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ പൊട്ടിച്ചിട്ടാണ് ആര് റിലീസ് ചെയ്യുന്നത്? എഗ്ഗ് റിലീസ് ചെയ്യുക. അപ്പോൾ അതാ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ പൊട്ടിച്ചു, എഗ്ഗ് റിലീസ് ചെയ്തു. എഗ്ഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഞാൻ നേരത്തെ പറഞ്ഞു, റിലീസ് ചെയ്ത എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും നോക്കിക്കോ, ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻഡോമെട്രിയൽ ലൈനിങ്ങിന് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. എൻഡോമെട്രിയൽ ലൈനിങ് പൊട്ടിപ്പോകും, അത് ബ്ലഡായിട്ട് വെജൈനയിലൂടെ പുറത്തേക്ക് വരും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? മെൻസസ് എന്നാണ് വിളിക്കുക. ഇത് ഏകദേശം 3 മുതൽ 5 ദിവസം വരെയാണ് വെജൈനയിലൂടെ ബ്ലീഡിങ് സംഭവിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് ഉണ്ടാവുന്നത്? ഒറ്റ പ്രാവശ്യം കൂടെ പറയാം. റിലീസ് ചെയ്ത എഗ്ഗ് എന്ത് ചെയ്തില്ല? ഫെർട്ടിലൈസ് ചെയ്തില്ല. ഫെർട്ടിലൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകും. ഇവർ ആരെ പ്രൊഡ്യൂസ് ചെയ്യില്ല? പ്രൊജസ്റ്റിറോണെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ പ്രൊജസ്റ്റിറോണിൻ്റെ ആബ്സെൻസിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല, അത് ബ്ലഡായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുക മെൻസ്ട്രൽ ഫേസിൽ. ഓക്കെ, അപ്പോൾ ഇതാ മെൻസ്ട്രൽ ഫേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാനിവിടെ എഴുതുന്നുണ്ട്. മെൻസ്ട്രൽ ഫേസിൽ ഏത് ഹോർമോണിൻ്റെ അളവ് കുറയും? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും. ഓക്കെ, അപ്പോൾ പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? മെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കാം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഫീമെയിൽ ബോഡിയിൽ ഏത് ഹോർമോണിൻ്റെ അളവ് കുറവാണ്? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറവാണ്. ഈ പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന അറിയോ? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി 2 ഹോർമോണുകൾ ഉണ്ടാക്കും. ഒരു ഹോർമോണാണ് FSH, രണ്ടാമത്തെ ഹോർമോണാണ് LH. ഓക്കെ, ഈ FSHനെയും LHനെയും ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ദാ പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് ഫീമെയിൽ ബോഡിയിൽ കുറവാണ്. ഏത് ഫേസിൽ? മെൻസ്ട്രൽ ഫേസിൽ. ഇവരെന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചോ, ഇവർ ആരെ റിലീസ് ചെയ്യിപ്പിക്കും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSHനെയും റിലീസ് ചെയ്യിപ്പിച്ചു, LHനെയും റിലീസ് ചെയ്യിപ്പിച്ചു. ഈ FSH എന്ത് ചെയ്യും? ഈ FSH നമ്മുടെ ഓവറിയിലുള്ള പ്രൈമറി ഫോളിക്കിൾസിന് മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. ഇതാ FSH പ്രൈമറി ഫോളിക്കിൾ. ഇതാണ് നമ്മുടെ ഓവറിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി ഫോളിക്കിൾ. ഈ പ്രൈമറി ഫോളിക്കിൾസിന് മുകളിൽ പോയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈമറി ഫോളിക്കിൾസിനെ ഇവർ എന്താക്കി മാറ്റും? സെക്കൻഡറി ഫോളിക്കിൾ ആക്കും. കൂടുതൽ ഗ്രാനുലോസ ലെയർ ഉണ്ടാക്കിയാണ് സെക്കൻഡറി ഫോളിക്കിൾ ആക്കും. ഈ സെക്കൻഡറി ഫോളിക്കിൾ എന്തായിട്ട് മാറും? ടേർഷ്യറി ഫോളിക്കിൾ ആയിട്ട് മാറും. ഈ ടേർഷ്യറി ഫോളിക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 2 സംഭവിക്കും. മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ സെല്ലുണ്ടാകും, ഒരു വലിയ സെല്ലുണ്ടാകും അല്ലേ? ഈ വലിയ സെല്ലിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിളിക്കുക. സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ സെക്കൻഡറി ഊസൈറ്റുകൾ ഉണ്ടായി. ഓക്കെ, ഈ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണേ, ഈ ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ, ഈ ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ അതാ ഈ വളർന്നു വരുന്ന ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ ആരുണ്ടാക്കും? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കും. ഈ ഈസ്ട്രോജൻ്റെ പണി എന്താണ്? ഈ പൊട്ടിപ്പോയിട്ടുള്ള എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ വീണ്ടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഏത് ഹോർമോണാണ്? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ ആണ് ആരുണ്ടാക്കുക? ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ. ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ ആണ് ആരുണ്ടാക്കുന്നത്? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കുക. ഇതാണ് ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്ന ആൾ. ഇവരാണ് ആരുണ്ടാക്കുന്നത്? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? ഈ ഈസ്ട്രോജൻ്റെ പണി എന്താണ്? ബിൽഡിംഗ് അപ്പ് ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ആണ്. ബിൽഡിംഗ് അപ്പ് ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ്. ഓക്കെ, എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ബിൽഡ് ചെയ്യും ആര്? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാ ഈ മെച്ചർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഒക്കെ ഉണ്ടാകുന്നതോടുകൂടെ അല്ലേ ഈസ്ട്രോജൻ്റെ അളവ് മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരും. അപ്പോഴത്തേക്ക് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ എത്തിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ 14th ഡേ ഇപ്പോൾ ഫീമെയിൽ ബോഡിയിൽ ഏത് ഹോർമോണിൻ്റെ അളവ് കൂടുതലാണ്? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ഇപ്പോൾ ഫീമെയിൽ ബോഡിയിൽ കൂടുതലല്ലേ ഈസ്ട്രോജൻ. ഏത് ദിവസം എത്തുമ്പോൾ ഈ ഫോളിക്കുലാർ ഫേസിൻ്റെ ലാസ്റ്റിൽ എത്തുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവൊക്കെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടാവും. ഈ ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്ന അറിയോ? FSHൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പാക്കും, LHൻ്റെ പ്രൊഡക്ഷനെ കൂട്ടും. അതിനുശേഷം ഇവർ ഇതാ ശ്രദ്ധിച്ചോ, FSHൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും, LHൻ്റെ പ്രൊഡക്ഷനെ മാക്സിമത്തിൽ എത്തിക്കും. ഈ LHൻ്റെ പ്രൊഡക്ഷനെ മാക്സിമത്തിൽ എത്തിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് LH സർഗെ എന്ന് വിളിക്കും. ഈ LHൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നത് നോക്കിക്കോ, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ പൊട്ടിച്ചുങ്ങാണ്ട് ഈ സെക്കൻഡറി ഊസൈറ്റ് പുറത്തേക്ക് വരും. ഈ സെക്കൻഡറി ഊസൈറ്റ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഓവുലേഷൻ എന്നാണ് വിളിക്കുക. ഈ ഓവുലേഷൻ നടക്കുക മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എത്രാമത്തെ ദിവസമാണ്? 14ാമത്തെ ദിവസം. ഓക്കെ അല്ലേ? അപ്പോൾ ഓവുലേഷൻ നടന്നു. ഓവുലേഷൻ നടന്നതിന് ശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആരായിട്ട് മാറും? ട്രാൻസ്ഫോം ചെയ്തിട്ട് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പണിയാണ് ഏത് ഹോർമോണിനെ ഉണ്ടാക്കുക എന്നുള്ളത്? പ്രൊജസ്റ്റിറോൺ ഹോർമോണിനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചോ, ആദ്യത്തെ കേസിലൊന്നും എന്തില്ല, ഇവിടെ ഒന്നും നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഇല്ല. കോർപ്പസ് ലൂട്ടിയം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും ഏത് ഹോർമോൺ ഉണ്ടാകുന്നില്ല? പ്രൊജസ്റ്റിറോണിൻ്റെ ഹോർമോൺ പറ്റ കുറവാണ്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നതോടുകൂടെ പ്രൊജസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കുറയും. ഓക്കെ, ഇപ്പം ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഇല്ലല്ലോ. ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഇല്ലാത്തത് കൊണ്ട് ആരുടെ അളവ് കുറയും? ഈസ്ട്രോജൻ്റെ അളവ് കുറയും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ കൂടി. പ്രൊജസ്റ്റിറോണിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ വീണ്ടും ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ ആക്കി മാറ്റും. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രസൻസിൽ എൻഡോമെട്രിയൽ ലൈനിങ് become glandular and vascular. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രസൻസിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ് കൂടുതൽ ഗ്ലാൻഡുലാറും വാസ്കുലാറും ആകും. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ വേറൊരു പണിയാണ്, ഇവരാണ് മെയിൻറ്റെയിൻ എൻഡോമെട്രിയൽ ലൈനിങ്. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ പൊട്ടാതെ പിടിച്ചു നിർത്തുന്നത് ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ റിലീസ് ചെയ്ത സെക്കൻഡറി ഊസൈറ്റ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലേ ഏത് ഹോർമോണിൻ്റെ അളവ് കുറയും? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും. പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻഡോമെട്രിയൽ ലൈനിങ്ങിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ വജൈന വഴി അങ്ങോട്ടേക്ക് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ വെജൈന വഴി മെൻസസ് ബ്ലീഡിംഗ് ആയിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ LHൻ്റെയും FSHൻ്റെയും അളവൊക്കെ നോർമൽ ലെവലിലേക്ക് തന്നെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് യൂഷ്വലി ചോദിക്കാറുള്ളത് ഈ ഈസ്ട്രോജൻ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവലാണ് ചോദിക്കാറുള്ളത്. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഈ ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ ആണ് ആരുണ്ടാക്കുക? ഈസ്ട്രോജൻ ഉണ്ടാക്കുക. ഈസ്ട്രോജൻ്റെ പണി എന്താണ്? മെയിൻറ്റെയിൻ എൻഡോമെട്രിയൽ ലൈനിങ് ആണ്. പിന്നെ ആരാണ് പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കുക? കോർപ്പസ് ലൂട്ടിയം. എന്താണ് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പണി? പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കുന്നു അല്ലേ? ഈ പ്രൊജസ്റ്റിറോൺ എന്താ ചെയ്യുക? ഈ മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയൽ ലൈനിങ് ആണ് ആരെ പണി? ഈ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പണി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസെമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീസ് ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ വെജൈന ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. ഓക്കെ, ഈ സ്പേമിൻ്റെ നമുക്കറിയാം മെയിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ വെജൈനയിലേക്കാണ് ആരെ റിലീസ് ചെയ്യുക? സ്പേമിനെ റിലീസ് ചെയ്യുക. വെജൈനയിലേക്ക് സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻസെമിനേഷൻ. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. ഇനി നമുക്ക് അടുത്തതാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ വെജൈനയിലേക്ക് സ്പേമിനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സ്പേം ഉണ്ടല്ലോ, വെജൈനയിലേക്ക് റിലീസ് ചെയ്ത സ്പേം ഇതിലൂടെ ട്രാവൽ ചെയ്യും. സെർവിക്കൽ കനാലിലൂടെ സെർവിക്സിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് ഓക്കെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഓക്കെ, ഇവിടുന്ന് ഇതാ സെക്കൻഡറി ഊസൈറ്റിനെ റിലീസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് എഗ്. സെക്കൻഡറി ഊസൈറ്റിനെ റിലീസ് ചെയ്യുക, ഇവിടുന്ന് റിലീസ് ചെയ്യുന്നത് എഗ് അല്ല, സെക്കൻഡറി ഊസൈറ്റാണ് ഓവറിയിൽ നിന്നും. ഓക്കെ, അങ്ങനെ ഈ സ്പേമും
ഈ ഇവിടത്തുള്ള സെക്കൻഡറി ഊസൈറ്റും തമ്മിൽ ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 1 മാത്രം കംപ്ലീറ്റ് ചെയ്ത സെല്ലാണ്. ഈ സെക്കൻഡറി ഊസൈറ്റിലേക്ക് സ്പേം ടച്ച് ചെയ്ത മൊമെൻറ്റിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ്. സ്പേം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ സെല്ലുണ്ടാകും. അതാണ് നമ്മുടെ സെക്കൻഡ് പോളാർ ബോഡി എന്ന് പറയുന്ന ആൾ. ഓക്കെ, സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകും. ഒരു വലിയ സെല്ലുണ്ടാകും. ഈ വലിയ സെല്ലിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? എഗ്ഗ് എന്നാണ് വിളിക്കുക. ഇതാണ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസ്. ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ ഹെഡ്. അത് എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണാം, ലീവിങ് ദ ടെയിൽ ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എഗ്ഗ് എന്ന് വിളിക്കുക. ഈ എഗ്ഗിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും? നമ്മുടെ സ്പേമിൻ്റെ ഹെഡ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ ഹെഡ്. ഇത് ഇപ്പോഴും എന്തായിട്ട് മാറിയിട്ടില്ല? സൈഗോട്ടായിട്ട് മാറിയിട്ടില്ല. അതിനുശേഷം ഈ സ്പേമിൻ്റെ ഹെഡും ഈ അതേപോലെ തന്നെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തായിട്ട് മാറുക? സൈഗോട്ടായിട്ട് മാറുക. അപ്പോൾ സ്പേമും ഹെഡും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. ഇതെവിടെയാണ് നടക്കുക? നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള ആംപ്യുളറി ഇസ്തുമസ് ജംഗ്ഷൻ അല്ലെങ്കിൽ ആംപ്യുളയിൽ വെച്ചുകൊണ്ടാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ശ്രദ്ധിക്കണേ, ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത് ആരാണ്? സെക്കൻഡറി ഊസൈറ്റ് ആണ്. ഈ സ്പേം സെക്കൻഡറി ഊസൈറ്റിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകും, എഗ്ഗ് ഉണ്ടാകും. ആ എഗ്ഗിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും? സ്പേമിൻ്റെ ഹെഡ് ഉണ്ടാവും. ഈ സ്പേമിൻ്റെ ഹെഡും എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുണ്ടാകും? സൈഗോട്ട് ഉണ്ടാവും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പണിയാണ് ഏത് ഹോർമോണിനെ ഉണ്ടാക്കുക എന്നുള്ളത്? പ്രൊജസ്റ്റിറോൺ ഹോർമോണിനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചോ, ആദ്യത്തെ കേസിലൊന്നും എന്തില്ല, ഇവിടെ ഒന്നും നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഇല്ല. കോർപ്പസ് ലൂട്ടിയം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും ഏത് ഹോർമോൺ ഉണ്ടാകുന്നില്ല? പ്രൊജസ്റ്റിറോണിൻ്റെ ഹോർമോൺ പറ്റ കുറവാണ്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നതോടുകൂടെ പ്രൊജസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കുറയും. ഓക്കെ, ഇപ്പം ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഇല്ലല്ലോ. ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഇല്ലാത്തത് കൊണ്ട് അളവ് കുറയും? ഈസ്ട്രജൻ്റെ അളവ് കുറയും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ കൂടി. പ്രൊജസ്റ്റിറോണിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ വീണ്ടും ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ ആക്കി മാറ്റും. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രസൻസിൽ എൻഡോമെട്രിയൽ ലൈനിങ് become glandular and vascular. ഓക്കെ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രസൻസിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ് കൂടുതൽ ഗ്ലാൻഡുലാറും വാസ്കുലാറും ആകും. ഓക്കെ, ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ വേറൊരു പണിയാണ്, ഇവരാണ് മെയിൻറ്റെയിൻ എൻഡോമെട്രിയൽ ലൈനിങ്. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ പൊട്ടാതെ പിടിച്ചു നിർത്തുന്നത് ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ റിലീസ് ചെയ്ത സെക്കൻഡറി ഊസൈറ്റ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലേ ഏത് ഹോർമോണിൻ്റെ അളവ് കുറയും? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും. പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻഡോമെട്രിയൽ ലൈനിങ്ങിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ വജൈന വഴി അങ്ങോട്ടേക്ക് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ വെജൈന വഴി മെൻസസ് ബ്ലീഡിംഗ് ആയിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ LHൻ്റെയും FSHൻ്റെയും അളവൊക്കെ നോർമൽ ലെവലിലേക്ക് തന്നെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് യൂഷ്വലി ചോദിക്കാറുള്ളത് ഈ ഈസ്ട്രോജൻ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവലാണ് ചോദിക്കാറുള്ളത്. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഈ ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾ ആണ് ആരുണ്ടാക്കുക? ഈസ്ട്രോജൻ ഉണ്ടാക്കുക. ഈസ്ട്രോജൻ്റെ പണി എന്താണ്? മെയിൻറ്റെയിൻ എൻഡോമെട്രിയൽ ലൈനിങ് ആണ്. പിന്നെ ആരാണ് പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കുക? കോർപ്പസ് ലൂട്ടിയം. എന്താണ് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പണി? പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കുന്നു അല്ലേ? ഈ പ്രൊജസ്റ്റിറോൺ എന്താ ചെയ്യുക? ഈ മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയൽ ലൈനിങ് ആണ് ആരെ പണി? ഈ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പണി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസെമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീസ് ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ വെജൈന ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. ഓക്കെ, ഈ സ്പേമിൻ്റെ നമുക്കറിയാം മെയിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ വെജൈനയിലേക്കാണ് ആരെ റിലീസ് ചെയ്യുക? സ്പേമിനെ റിലീസ് ചെയ്യുക.
വെജൈനയിലേക്ക് സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻസെമിനേഷൻ. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. ഇനി നമുക്ക് അടുത്തതാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ വെജൈനയിലേക്ക് സ്പേമിനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സ്പേം ഉണ്ടല്ലോ, വെജൈനയിലേക്ക് റിലീസ് ചെയ്ത സ്പേം ഇതിലൂടെ ട്രാവൽ ചെയ്യും, സെർവിക്കൽ കനാലിലൂടെ, സെർവിക്സിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് ഓക്കെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഓക്കെ, ഇവിടുന്ന് ഇതാ സെക്കൻഡറി ഊസൈറ്റിനെ റിലീസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് എഗ്ഗ്. സെക്കൻഡറി ഊസൈറ്റിനെ റിലീസ് ചെയ്യുക, ഇവിടുന്ന് റിലീസ് ചെയ്യുന്നത് എഗ്ഗ് അല്ല, സെക്കൻഡറി ഊസൈറ്റാണ് ഓവറിയിൽ നിന്നും. ഓക്കെ, അങ്ങനെ ഈ സ്പേമും ഈ ഇവിടുത്തെ ഉള്ള സെക്കൻഡറി ഊസൈറ്റും തമ്മിൽ ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് 1 മാത്രം കംപ്ലീറ്റ് ചെയ്ത സെല്ലാണ്. ഈ സെക്കൻഡറി ഊസൈറ്റിലേക്ക് സ്പേം ടച്ച് ചെയ്ത മൊമെൻറ്റിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ്. സ്പേം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ സെൽ ഉണ്ടാകും, അതാണ് നമ്മുടെ സെക്കൻഡ് പോളാർ ബോഡി എന്ന് പറയുന്ന ആൾ. ഓക്കെ, സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകും, ഒരു വലിയ സെല്ലുണ്ടാകും. ഈ വലിയ സെല്ലിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? എഗ്ഗ് എന്നാണ് വിളിക്കുക. ഇതാണ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസ്, ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ ഹെഡ്. അത് എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണാം, ലീവിങ് ദ ടെയിൽ ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എഗ്ഗ് എന്ന് വിളിക്കുക. ഈ എഗ്ഗിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും? നമ്മുടെ സ്പേമിൻ്റെ ഹെഡ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ ഹെഡ്. ഇത് ഇപ്പോഴും എന്തായിട്ട് മാറിയിട്ടില്ല? സൈഗോട്ടായിട്ട് മാറിയിട്ടില്ല. അതിനുശേഷം ഈ സ്പേമിൻ്റെ ഹെഡും ഈ അതേപോലെ തന്നെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തായിട്ട് മാറുക? സൈഗോട്ടായിട്ട് മാറുക. അപ്പോൾ സ്പേമും ഹെഡും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. ഇതെവിടെയാണ് നടക്കുക? നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള ആംപ്യുളറി ഇസ്തുമസ് ജംഗ്ഷൻ അല്ലെങ്കിൽ ആംപ്യുളയിൽ വെച്ചുകൊണ്ടാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ശ്രദ്ധിക്കണേ, ഇവിടുന്ന് റിലീസ് ചെയ്യുന്നത് ആരാണ്? സെക്കൻഡറി ഊസൈറ്റാണ്. ഈ സ്പേം സെക്കൻഡറി ഊസൈറ്റിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യും, സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകും, എഗ്ഗ് ഉണ്ടാകും. ആ എഗ്ഗിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും? സ്പേമിൻ്റെ ഹെഡ് ഉണ്ടാകും. ഈ സ്പേമിൻ്റെ ഹെഡും എഗ്ഗിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുണ്ടാകും? സൈഗോട്ട് ഉണ്ടാവും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, ഹൗ ഹ്യൂമൻ എഗ് പ്രിവെൻറ്റ് പോളിസ്പെർമി. അതായത് നമുക്കറിയാം, ഒരു സമയത്ത് ഫീമെയിലുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മെയില് 200 to 300 മില്യൺ സ്പേമിനെ ഫീമെയിൽ വെജൈനയിലേക്ക് റിലീസ് ചെയ്യും. അതിൽ കുറേ ആൾക്കാർ എങ്ങോട്ടേക്ക് എത്തും? ഫലോപ്പിയൻ ട്യൂബിലൂടെ, സർവിക്സിലൂടെ ഒക്കെ ട്രാവൽ ചെയ്തുകൊണ്ട് ഫലോപ്പിയൻ ട്യൂബിലേക്ക് എത്തും. പക്ഷേ ഹ്യൂമൻ എഗ് എന്ന് പറയുന്ന ആൾ ഒറ്റ സ്പേമിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അതായത് നമ്മൾ പറയും ഹ്യൂമൻ എഗ് ഈസ് മോണോസ്പേമി, ഇറ്റ് പ്രിവെൻറ്റ് പോളിസ്പേമി. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എഗ് എന്ന് നിങ്ങൾ വിചാരിച്ചോ, അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ്. ഈ സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാകും. ഈ സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്തിട്ടുള്ള ഈ മെംബ്രെയിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സോണ പെല്ലൂസിഡ എന്ന് പറയും. ഓക്കെ അല്ലേ? ഈ എഗ്ഗിൻ്റെ അടുത്തേക്ക് കുറേ സ്പേമുകൾ എത്തും. ഇതാ കുറേ സ്പേമുകൾ ഈ എഗ്ഗിൻ്റെ അടുത്തേക്ക് എത്തും. ഓക്കെ, ആദ്യം ടച്ച് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നറിയോ? അതിൻ്റെ ഹെഡിൽ അക്രോസോമിൻ്റെ ഉള്ളിൽ ലൈറ്റിക് എൻസൈമുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? ഇവർ നേരെ എന്ത് ചെയ്യും? ഈ സോണ പെല്ലൂസിനെ ബ്രേക്ക് ചെയ്തെങ്ങാണ്ട് ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന സ്പേം എങ്ങോട്ടേക്ക് കയറും? ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ നമ്മുടെ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് കയറും. ഇതാണ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് സ്പേമിൻ്റെ ഹെഡ്. കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ, അതിൻ്റെ സോണ പെല്ലൂസിഡൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആക്കും. ഇതാ സോണ പെല്ലൂസിഡൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആക്കും. സോണ പെല്ലൂസിഡൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആക്കും. ഓക്കെ, സ്ട്രക്ചർ ചേഞ്ച്. സോണ പെല്ലൂസിഡൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര സ്പേം വന്നു കാണ്ടും ഈ സോണ പെല്ലൂസിഡനെ ടച്ച് ചെയ്തെങ്ങാണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവില്ല? ബ്രേക്ക് ആവില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എഗ്ഗ് പോളിസ്പേമിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ടച്ച് ചെയ്യുന്ന എഗ്ഗ് സ്പേം എന്ത് ചെയ്യും? സോണ പെല്ലൂസിഡനെ ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹെഡ് ഈ നമ്മുടെ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ ആര് സ്ട്രക്ചർ ചേഞ്ച് ആക്കും? സോണ പെല്ലൂസിഡ സ്ട്രക്ചർ ചേഞ്ച് ആക്കും. അങ്ങനെ അഡീഷണൽ സ്പേമുകളെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ എഗ്ഗ് പോളിസ്പേമിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു നെക്സ്റ്റ് പ്രോസസ്സാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, ബ്ലാസ്റ്റുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലാസ്റ്റുലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു സ്പേമിനെ എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും? നമ്മുടെ വെജൈനയിലേക്ക് റിലീസ് ചെയ്യും. ഈ സ്പേം ഇതാ വെജൈനയിലൂടെ ട്രാവൽ ചെയ്ത് സെർവിക്സ് വഴി ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഓക്കെ, ഇവിടുന്ന് റിലീസ് ചെയ്ത എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷനിൽ എന്തുണ്ടാകും? ഒരു സൈഗോട്ട് ഉണ്ടാകും. ഈ സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. ഈ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ സെല്ലാണ്. ഓക്കെ, ഈ സൈഗോട്ട് എന്ത് ചെയ്യും? യൂട്രസിലേക്ക് മൂവ് ചെയ്യും. യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ സൈഗോട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആദ്യം ഡിവൈഡ് ചെയ്ത് കാണുക 2 സെല്ലുള്ള സ്ട്രക്ചറായിട്ട് മാറും. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ സെല്ലിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുക. ഇതാദ്യം 2 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സ്ട്രക്ചറായിട്ട് മാറും. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സ്ട്രക്ചറായിട്ട് മാറും. അത് വീണ്ടും മൈറ്റോസിസ് ഡിവിഷനാണ് ഇവിടെയൊക്കെ നടക്കുക, ക്ലീവേജ് എന്നൊക്കെ പറയും. ഓക്കെ, ഇത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 സെല്ലുള്ള സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, ഈ 8 സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സ്ട്രക്ചറായിട്ട് മാറും. ഈ 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോറുല എന്നാണ് വിളിക്കുക. ഈ മോറുല യൂട്രസിൻ്റെ ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം ഇവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാനിതാ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഒന്ന് വലുതാക്കി വരക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിലിതാ നിങ്ങൾക്ക് 2 ടൈപ്പ് സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. ബ്ലാസ്റ്റോസിസ്റ്റ് ഇതേപോലെ 2 ടൈപ്പ് സെല്ലുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പുറത്തിങ്ങനെ ഇതേപോലെ ഫ്ലാറ്റ് സെല്ലുകളെ പുറത്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പുറത്ത് കാണുന്ന ഈ ഫ്ലാറ്റ് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഉള്ളിൽ നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ട് സെല്ലുകളെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഉള്ളിൽ കാണുന്ന റൗണ്ട് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽമാസ് എന്നാണ് വിളിക്കാം. ഓക്കെ അല്ലേ? ഈ സ്ട്രക്ചറിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ബ്ലാസ്റ്റുലേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതെങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു അല്ലേ? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് സ്പേം എത്തി എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ആരുണ്ടാകും? സൈഗോട്ട് ഉണ്ടാവും. 24 മണിക്കൂറിനുള്ളിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലുകളുള്ള സ്ട്രക്ചർ ഉണ്ടാകും. അതിൽ ഓരോ സെല്ലുകളെയും നമ്മൾ ബ്ലാസ്റ്റോമിയസ് എന്നാണ് വിളിക്കുക. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 4 ഡിവൈഡ് ചെയ്തിട്ട് 8 മൈറ്റോസിസ് ഡിഫറൻസിയേഷൻ വിധേയമായിട്ട് 16 സെല്ലുകൾ ഉണ്ടായി. 8 മുതൽ 16 സെല്ലുള്ള സ്റ്റേജിനെ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏത് സ്ട്രക്ചർ ഉണ്ടാകും? കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകും. ബ്ലാസ്റ്റോസിസ്റ്റ് നിങ്ങൾക്ക് 2 ടൈപ്പ് സെല്ലുകളെ കാണാം. ഒന്നാമത്തതാണ് ട്രോഫോബ്ലാസ്റ്റ്, ദെൻ രണ്ടാമത്തെ ഈ റൗണ്ട് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽമാസ്. ഈ ഇന്നർ സെൽമാസ് ആണ് അവസാനം എംബ്രിയോ ആയിട്ട് മാറുക. ഓക്കെ, ഇന്നർ സെൽമാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറുക. അത് വീണ്ടും വളർന്നുകൊണ്ട് ഒരു ഫീറ്റസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇംപ്ലാന്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ യൂട്രസിൻ്റെ ലെയർ എന്ന് വിചാരിക്കുക. അതായത് എൻഡോമെട്രിയൽ ലൈനിങ് ആണ് ഈ ഒരു സാധനം എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നുകാണ്ട് ഇതാ നമ്മുടെ യൂട്രസിൻ്റെ വാളിൽ ഇതേപോലെ വന്നുകാണ്ട് ബ്ലാസ്റ്റോസിസ്റ്റ് വന്നുകാണ്ട് യൂട്രസിൻ്റെ വാളിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്യും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നുകാണ്ട് യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു ദ ഇന്നർ വാൾ ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നുകാണ്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. ഈ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ലീഡ്സ് ടു പ്രഗ്നൻസി. ഇംപ്ലാന്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കും? പ്രഗ്നൻസിയിലേക്ക് നയിക്കും ഇംപ്ലാന്റേഷൻ. ഓക്കെ, അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കോ. ഈ യൂട്രൈൻ സെല്ലുകളുണ്ടല്ലോ, ഈ യൂട്രൈൻ ടിഷ്യൂസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ യൂട്രൈൻ ടിഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ അങ്ങോട്ടേക്ക് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ബ്ലാസ്റ്റോസിസ്റ്റ് ആർ എംബഡഡ് ഇൻ ദ യൂട്രൈൻ വാൾ എന്ന് പറയും. ബ്ലാസ്റ്റോസിസ്റ്റ് ആർ embedded
ഇൻ ദ യൂട്രൈൻ വാൾ. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് ഇപ്പോൾ എന്തിൽ എംബഡഡ് ആയി? നമ്മുടെ യൂട്രൈൻ വാളിൻ്റെ ഉള്ളിൽ എംബഡഡ് ആയി എന്ന് പറയും. ഇനി ശ്രദ്ധിക്കണേ, അതിനുശേഷം എന്ത് സംഭവിക്കും നോക്കിക്കോ. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നും, ഓക്കെ, ഞാൻ പറഞ്ഞു പുറത്തുള്ള ലെയറിനെ, ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ കാണുന്ന പുറത്തുള്ള ലെയർ ഓഫ് സെൽസിന് എന്താ പേര് വിളിക്കുക? ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് വിളിക്കുക. ഈ ട്രോഫോബ്ലാസ്റ്റ് ഇതാ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഏതുവരെ പെനിട്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണോ മെറ്റേണൽ ബ്ലഡ് വെസൽസ് ഉള്ളത്, ഓക്കെ, ഇവിടെയാണ് മദറിൻ്റെ ബ്ലഡ് വെസൽസ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഈ മദറിൻ്റെ ബ്ലഡ് വെസൽസ് കിട്ടുന്നത് വരെ ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പുറത്തേക്ക് വരും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലൈ എന്നാണ് വിളിക്കാം. കോറിയോണിക് വില്ലൈ എന്ന് വിളിക്കും. ഈ കോറിയോണിക് വില്ലയും, ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള യൂട്രൈൻ ടിഷ്യൂസ്, ഇവിടെ ഒക്കെ യൂട്രസിൻ്റെ സെല്ലുകൾ ഉണ്ടാവും, ഓക്കെ അല്ലേ? ഈ കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂസും ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ പ്ലാസെൻറ്റ എന്നാണ് വിളിക്കാം. ഓക്കെ അല്ലേ? പ്ലാസെൻറ്റ എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നു കണ്ട് ആര് അറ്റാച്ച് ചെയ്യും? ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യും. ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പുറത്തേക്ക് വരും. അതിന് നമ്മൾ എന്താ പേര് വിളിക്കുക? കോറിയോണിക് വില്ലൈ. ഈ കോറിയോണിക് വില്ലയും അതിന് ചുറ്റുമുള്ള യൂട്രൈൻ ടിഷ്യൂസും ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്ത് ചേർന്നുകാണ്ട് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പ്ലാസെൻറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, ഇതുണ്ടായതിനു ശേഷം, ഈ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ സെൽ മാസ് ഉണ്ടല്ലോ, ഈ ഇന്നർ സെൽ മാസ് വളരെ പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് 3 ലെയർ ഓഫ് സെൽസുകളായിട്ട് മാറും. ഈ 3 ലെയർ ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേം ലെയർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ജേം ലെയറിൽ 3 ടൈപ്പ് ലെയറുകളുണ്ടാവും. പുറത്തുള്ള ലെയറിനെ നമ്മൾ എക്ടോഡേം എന്ന് വിളിക്കും. ഓക്കെ, മിഡിൽ ലെയറിനെ നമ്മൾ മീസോഡേം എന്നാണ് വിളിക്കുക. ഇന്നർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡോഡേം എന്നാണ് പറയാം. അപ്പോൾ ഇന്നർ സെൽമാസ് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? ജേം ലെയർ ആയിട്ട് മാറും. ഈ ജേം ലെയർ എന്ത് ചെയ്യും? വീണ്ടും വളരും. ഓക്കെ, വീണ്ടും വളർന്നു കഴിഞ്ഞാൽ ഈ ജേം ലെയർ മെല്ലെ എന്തായിട്ട് മാറും? ഒരു എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഈ എംബ്രിയോ പ്ലാസെൻ്റ വഴി ഒരു വയർ വെച്ചുകൊണ്ട് പ്ലാസെൻ്റയിലേക്ക് കണക്ട് ചെയ്യും. ഈ വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അംബിലിക്കൽ കോഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇംപ്ലാന്റേഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്ലാസെൻ്റ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലാസെൻ്റ? കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂസും ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ദ മെറ്റേണൽ ബോഡി ഈസ് കോൾഡ് പ്ലാസെൻ്റ. അതായത് കോറിയോണിക് വില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ട്രോഫോബ്ലാസ്റ്റിന് പുറത്തേക്ക് വരുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോറിയോണിക് വില്ലൈ. ആ കോറിയോണിക് വില്ലയും അതിനെ ചുറ്റുമുള്ള യൂട്രൈൻ ടിഷ്യൂസും ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്തിട്ട് ചേർന്നുകാണ്ട്, ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ്റ്ലി എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ എംബ്രിയോ ആൻഡ് ദ മെറ്റേണൽ ബോഡി, അതായത് എംബ്രിയോൻ്റെയും മെറ്റേണൽ ബോഡിൻ്റെയും ഇടയിലുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പ്ലാസെൻ്റ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്ലാസെൻ്റെൻ്റെ ഡയഗ്രാം നേരത്തെ അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡയഗ്രത്ത് നമുക്കൊന്നുകൂടെ നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസെൻ്റ. ഇവിടെ കാണാം കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂസും ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ മെറ്റേണൽ ബോഡി. ഇതാണ് മെറ്റേണൽ ബോഡി ആൻഡ് ദിസ് ഈസ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഈ ഒരു സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പ്ലാസെൻ്റ എന്ന് വിളിക്കുക. ഈ പ്ലാസെൻ്റയ്ക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്ലാസെൻ്റെൻ്റെ ഫംഗ്ഷനൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് പ്ലാസെൻ്റെൻ്റെ ഫംഗ്ഷൻ. ഈ പ്ലാസെൻ്റ വഴിയാണ് കുട്ടിക്ക് എന്ത് കിട്ടുക? ഓക്സിജൻ കിട്ടുക. ഈ പ്ലാസെൻ്റ വഴിയാണ് കുട്ടിക്ക് എന്ത് കിട്ടുക? ന്യൂട്രീഷൻസ് കിട്ടുക. അപ്പോൾ മദറിൽ നിന്നും ഫീറ്റസിലേക്ക് ഓക്സിജനെയും ന്യൂട്രീഷൻസിനെയും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഏതിൻ്റെ സഹായത്തോടെയാണ്? പ്ലാസെൻ്റയുടെ സഹായത്തോടെയാണ്. ഇനി കുട്ടി ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റിനെയും റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്ലാസെൻ്റയാണ്. അതിൻ്റെ ഒക്കെ പുറമെ പ്ലാസെൻ്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണ് പ്ലാസെൻ്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുക? ഇവർ കുറേ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ ഹോർമോണുകൾ? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഷോർട്ടായിട്ട് HCG, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, ഷോർട്ടായിട്ട് HPL, ദെൻ ഈസ്ട്രജൻ, പ്രൊജസ്റ്റോജൻ, റിലാക്സിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോണുകളെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ
പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് പ്ലാസൻ്റനെ നമ്മൾ എന്ത് പേര് വിളിക്കാനുള്ള കാരണം? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കാനുള്ള കാരണം. ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണല്ലോ പ്രഗ്നൻസിൻ്റെ അവസാന സമയത്ത് ആരും പ്രൊഡ്യൂസ് ചെയ്യും? ഓവറിയും ചെറിയ തോതിൽ റിലാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് മാത്രം ഫീമെയിൽ ബോഡിയിൽ കാണുന്ന 3 ഹോർമോണുകളാണ് HCG-യും HPL-ഉം റിലാക്സിനും. ഓക്കെ, അപ്പോൾ ഈ ഹോർമോൺ പ്രഗ്നൻസിൻ്റെ സമയത്ത് ഫീമെയിൽ ബോഡിയിൽ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺ യൂറിൻ വഴി പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് യൂറിനിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ജസ്റ്റേഷൻ ആണ്. ജസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇവൻറ്റ് ബിറ്റ്വീൻ ഇംപ്ലാന്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു? അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദ യൂട്രൈൻ വാൾ. ഓക്കെ അല്ലേ? ആ ഇംപ്ലാന്റേഷൻ്റെയും പ്രസവത്തിൻ്റെയും ഇടയിലുള്ള സമയത്തിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ജസ്റ്റേഷൻ. ഹ്യൂമൻ ജസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മന്താണ്. ഓക്കെ, ഈ 9 മന്തിനെ നമ്മൾ 3 പീരീഡ് ആക്കി മാറ്റി ആദ്യത്തെ 3 മാസം 1, 2, 3 ആദ്യത്തെ 3 മാസത്തിന് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാണ് വിളിക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതിനുശേഷം 4, 5, 6 ഇതിനെ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് വിളിക്കും. 7, 8, 9 മാസങ്ങളെ നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ജസ്റ്റേഷൻ സമയത്ത് എംബ്രിയോയ്ക്ക് വരുന്ന ചേഞ്ചസുകൾ പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാറുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കും, പഠിക്കുക. അപ്പോൾ ഓരോ സമയത്ത് എന്തൊക്കെ ചേഞ്ചസുകളാണ് വരുന്നത് നമുക്ക് നോക്കാം. 1 മാസം പ്രായമാകുമ്പോൾ എംബ്രിയോ 1 മാസം പ്രായമാകുമ്പോൾ ഹാർട്ട് ഉണ്ടായി തുടങ്ങും അല്ലേ? ആ ഹാർട്ടിൻ്റെ സൗണ്ട് നമുക്ക് പിന്നെ കേൾക്കാൻ വേണ്ടി പറ്റും. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാർട്ടിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 1 മാസം ആകുമ്പോഴത്തേക്ക് എന്തുണ്ടാകും? ഹാർട്ട് ഉണ്ടാവും. ഓക്കെ, എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത് 2 മാസം പ്രായമായാൽ എംബ്രിയോ 2 മാസം പ്രായമാകുമ്പോഴത്തേക്ക് ലിംസും ഡിജിറ്റ്സുകളും ഉണ്ടാകും. കൈയും കാലുകളും അതിലെ വിരലുകളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവും. എൻഡ് ഓഫ് ദ 12 വീക്ക് അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ, അതായത് 3 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ വെൽ ഡെവലപ്ഡ്. ഓക്കെ, ഓർഗൻ സിസ്റ്റംസ് ഒക്കെ വെൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകും. അതായത് ലിംസും എക്സ്റ്റേണൽ ജനൈറ്റൽ ഓർഗൻസും ഒക്കെ വെൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകും. എത്ര മാസമാകുമ്പോൾ? 3 മാസമാകുമ്പോൾ. 5ാമത്തെ മാസമാകുമ്പോഴാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ് ആദ്യമായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, യൂട്രസിൻ്റെ ഉള്ളിൽ. ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് അല്ലെ? ഹെഡിൽ ആരുണ്ടാകും? ഹെയർ ഒക്കെ അപ്പിയർ ആവും. എൻഡ് ഓഫ് ദ 24 വീക്ക് എൻഡ് ഓഫ് ദ സെക്കൻഡ് ട്രൈമസ്റ്റർ. ഓക്കെ, ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ. ബോഡിനെ കവർ ചെയ്തുകൊണ്ട് ചെറിയ രോമങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഐലിഡ്സ് ആർ സെപ്പറേറ്റ് അല്ലെ? കൺപീലുകൾ തുറന്നിട്ടുണ്ടാകും. ഐലാഷസ് ആർ ഫോമഡ്. ഐലിഡ്സ് ആണ്, അതായത് കൺപോളകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഐ ലാഷസ് അല്ലെ? കൺപീലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. 9 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ഫീറ്റസ് എന്താകും? റെഡി ഫോർ ഡെലിവറി ആണ്. ജസ്റ്റേഷൻ ഒക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടാകും. പഠിക്കാം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പാർച്ചുറേഷൻ ആണ്. ഓക്കെ, പാർച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഡെലിവറി ഓഫ് ദ ഫീറ്റസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുവാവ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാ ഈ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് പാർച്ചുറേഷൻ എന്ന് ശ്രദ്ധിക്കുക. വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി കോസസ് എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റസ് ഔട്ട് ഓഫ് ദ യൂട്രസ് ബൈ ദ പ്രോസസ് കോൾഡ് പാർച്ചുറേഷൻ. അതായത് പ്രഗ്നൻസി 9 മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യൂട്രസ് വിഗറസ് ആയിട്ട് കൺട്രാക്ട് ചെയ്യും. യൂട്രസ് വിഗറസ് ആയിട്ട് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഫീറ്റസ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പാർച്ചുറേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ പാർച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസമാണ്. അതായത് ന്യൂറോണും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവും ഒക്കെ ഉൾപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ് ഈ പാർച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ശ്രദ്ധിക്കുക, സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ, അതായത് പ്രസവിക്കാൻ സമയമായി എന്നുള്ള സിഗ്നൽ ആരാണ് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസൻ്റയുമാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നറിയോ? യൂട്രസിൻ്റെ മുകളിൽ മൈൽഡായിട്ടൊന്ന് കൺട്രാക്ട് ചെയ്യും. ആ യൂട്രസിൻ്റെ മുകളിൽ മൈൽഡായിട്ട് കൺട്രാക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പേര് വിളിക്കുക? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് വിളിക്കുക. ഒന്നും കൂടെ പറയാം, സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ, അതായത് പ്രസവിക്കാൻ സമയമായി എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? 2 ആൾക്കാരാണ്. ഒന്ന് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസും പിന്നെ ആരുമാണ്? പ്ലാസൻ്റയാണ്. ഇവർ യൂട്രസിൻ്റെ മുകളിൽ മൈൽഡായിട്ട് കൺട്രാക്ട് ചെയ്യും. ആ മൈൽഡ് കൺട്രാക്ഷനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ന്യൂറോണുകളുടെ ഒക്കെ സഹായത്തോടെ നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് പോകും? മെസ്സേജസ് പോകും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും.
ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യും? നമ്മുടെ യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് കൺട്രാക്ട് ചെയ്യും. അപ്പോൾ യൂട്രസിൻ്റെ വാളിൽ പോയി കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പ്രസവിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഓക്സിറ്റോസിനുകൾ എന്താക്കപ്പെടും? വീണ്ടും ഓക്സിറ്റോസിനുകൾ റിലീസാക്കപ്പെടും. ഓക്കെ, ഒരു പ്രാവശ്യം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടായി, ഈ ഓക്സിറ്റോസിൻ വന്നുകൊണ്ട് യൂട്രസിനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഓക്സിറ്റോസിൻ ഉണ്ടാക്കപ്പെടും. ഈ ഓക്സിറ്റോസിന് കൂടെ വന്നുകൊണ്ട് വീണ്ടും യൂട്രസിനെ കൺട്രാക്ട് ചെയ്യും, അപ്പോൾ വീണ്ടും ഓക്സിറ്റോസിൻ ഉണ്ടാക്കപ്പെടും. ഈ പ്രോസസ്സ് കുറേ നേരം തുടർന്ന് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഫീമെയിൽ ബോഡിയിൽ ഓക്സിറ്റോസിൻ്റെ അളവ് മാക്സിമത്തിലെത്തും. ആ സമയത്ത് എല്ലാ ഓക്സിറ്റോസിനും കൂടെ വന്നുകൊണ്ട് യൂട്രസിൻ്റെ മയോമെട്രിയം അല്ലേ, അതായത് സ്മൂത്ത് മസിലുള്ള മയോമെട്രിയത്തിനെ കൺട്രാക്ട് ചെയ്യും. മയോമെട്രിയത്തിനെ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫീറ്റസ് ബർത്ത് കനാൽ വഴി പുറത്തേക്ക് വരും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പാർച്ചുറേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി പാർച്ചുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പാണ് ഇത് ലാക്ടേഷൻ. അതായത് പ്രഗ്നൻസിൻ്റെ സമയത്ത് ഓക്കെ മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിഫറൻസിയേഷൻ സംഭവിക്കും. ഓക്കെ, പ്രഗ്നൻസിൻ്റെ സമയത്ത് മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ രൂപമാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അങ്ങനെ പ്രഗ്നൻസിൻ്റെ അവസാനത്തിൽ മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ലാക്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഈ മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന യെല്ലോ കളറിലുള്ള മിൽക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൊളസ്ട്രോം എന്നാണ് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ യെല്ലോ കളർ മിൽക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി ഉണ്ട്. ആ ആൻറ്റിബോഡിക്ക് വിളിക്കുന്ന പേരാണ് IgA ആൻറ്റിബോഡി എന്ന് പറയും. ഈ ആൻറ്റിബോഡി ഈ കൊളസ്ട്രോൾ കുടിക്കുന്നതോടുകൂടെ ഈ ആൻറ്റിബോഡി കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തും അല്ലേ. അങ്ങനെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ആ ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് റെഡിമെയ്ഡ് ആൻറ്റിബോഡി അല്ലേ, റെഡിമെയ്ഡ് ആൻറ്റിബോഡി. എന്താണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡി മദറിൽ നിന്നും എങ്ങോട്ടേക്ക് എത്തും? ഫീറ്റസിലേക്ക് എത്തും. ഓക്കെ, മദറിൽ നിന്നും ഫീറ്റസിലേക്ക് എത്തും. റെഡിമെയ്ഡ് ആൻറ്റിബോഡി മദറിൽ നിന്നും എങ്ങോട്ടേക്ക് എത്തും? ഫീറ്റസിലേക്ക് എത്തും. ഓക്കെ, ഏത് കുടിക്കുന്നതോടുകൂടെ? കൊളസ്ട്രോം എന്ന് പറയുന്ന മിൽക്ക് കുടിക്കുന്നതോടുകൂടെ. അങ്ങനെ റെഡിമെയ്ഡ് ആൻറ്റിബോഡി മദറിൽ നിന്നും ഫീറ്റസിലേക്ക് എത്തി, ഫീറ്റസിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആകും. ആ ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ മിൽക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ലാക്ടേഷൻ സമയത്ത് എന്താ സംഭവിക്കുക? ഫീമെയിൽസിൻ്റെ മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ഡിഫറൻസിയേഷൻ സംഭവിക്കും. അങ്ങനെ ഡിഫറൻസിയേഷൻ സംഭവിച്ചതിന് ശേഷം പ്രഗ്നൻസിൻ്റെ അവസാന സമയത്താണ് മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ മിൽക്ക് ഉണ്ടാക്കുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ലാക്ടേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.